താങ്ക് യു ഡോക്ടർ അനിത. നമുക്ക് പതിവ് പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ഇനി ചിലവാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മണിക്കൂറിനധികം സമയം ഫലപ്രദമാകാനും അത് നിങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും അതൊരു ഫലപ്രദമായ അറിവായിട്ട് മാറാനും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനെയും രോഗം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ഭയത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെറിയ ഉദ്യമത്തെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന എനിക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. താങ്ക് യു. ഈ ഇതുപോലെയുള്ള ഒരു ശാസ്ത്ര വിഷയം ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ഒരു പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഇന്ന് നമുക്ക് വേറൊരു കാരണവും കൂടിയുണ്ട് പ്രാർത്ഥിക്കാനും ഓർക്കാനും, നന്ദിപൂർവ്വം ഓർക്കാനും. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് നല്ല ഓർമ്മകൾ പേറുന്ന മലയാളികൾ ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത അത് മാത്രമാണ്. മലയാളികളാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ മലയാളം അറിയുന്നവരാണ് ഇന്ന് എന്നെ ശ്രവിക്കുന്നവർ എല്ലാവരും. കാരണം ഇതൊരു മലയാളത്തിലുള്ള സെഷനാണ്. ഇതിൻ്റെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് അയച്ചിരിക്കുന്നത് മലയാളികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കുമാണ്. അത് മലയാളി ഡോക്ടർമാരല്ല, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തുള്ളവരല്ല, മെഡിക്കൽ സ്റ്റുഡൻസ് അല്ല, നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ല, ഹോമിയോപ്പതി ഡോക്ടർമാരല്ല, ഹോമിയോപ്പതി രംഗത്തുള്ളവർ മാത്രമല്ല. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണെങ്കിൽ പോലും ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അനിതയും ഹോമിയോപ്പതി ഡോക്ടറാണ്. ഇവിടെ എന്നെ ശ്രവിക്കുന്നത് നല്ലൊരു ശതമാനം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ല. കാരണം ഇത് ലോകം മുഴുവനും അറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരു വീര സമര യോദ്ധാവെന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്ന പോലെ തന്നെ ഒരു ധീര യോദ്ധാവായിരുന്നു ഡോക്ടർ റൈക്കേജി ധാമർ. അദ്ദേഹം കണ്ടുപിടിച്ചൊരു ശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ ആദ്യമായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവാം. GHK എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും കേട്ടിട്ടില്ലാത്തവരുണ്ടാകാം. എന്നൊക്കെയുള്ള അറിവിലാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ റൈക്കേജി ധാമർ എന്ന ജർമ്മൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്ന ഇന്റേണൽ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരുന്ന ജർമ്മൻ ഡോക്ടറായ റൈക്കേജി ധാമറിനെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഡോക്ടർ അനിതയെ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം അനിതയും ഒരു പട വെട്ടുന്ന അല്ലെങ്കിൽ ഒരു വിപ്ലവ വീര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കാനും എന്നെ അതിലേക്ക് ക്ഷണിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് അനിത ചെയ്യുന്ന സേവനമായിട്ടും ഒരു റെവല്യൂഷനായിട്ട് ഞാൻ പരിഗണിച്ചുകൊണ്ട് അനിത ഡോക്ടർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഡോക്ടർമാരല്ല, എല്ലാ കാറ്റഗറിയിലുള്ള സാധാരണ വ്യക്തികൾ എൻ്റെ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ളവരെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അഡൾട്ട്സ് ആയിരിക്കും, കുട്ടികളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. ആദ്യമായി എന്നെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് ഡോക്ടർ വർഗീസ് എന്നാണ്. ഞാനൊരു 51 വർഷമായിട്ട് ഹോമിയോപ്പതി രംഗത്ത് പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിൽ ഈ കഴിഞ്ഞ 15 താഴെ വർഷം മാത്രമാണ് ഞാൻ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെക്കുറിച്ച് അറിഞ്ഞത്. 2008 ഇതിൻ്റെയൊക്കെ ചരിത്രം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അതിനുശേഷം അതിൻ്റെ പ്രാവർത്തികമായ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു അറിവാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ എന്ന് ഇപ്പോൾ പേരുള്ള, ഞങ്ങൾ തുടങ്ങുമ്പോൾ GNM ഇന്ത്യ എന്നായിരുന്നു, പിന്നെ ഗ്ലോബൽ GHK എന്നായിരുന്നു. ഇപ്പോഴുള്ള
അല്ല, ഗ്ലോബൽ GNM എന്നായിരുന്നു. ഇപ്പോഴത് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ എന്നുള്ള നിലയിൽ വളരെ ബലത്തോടു കൂടി, വളരെയധികം സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടു കൂടി അതൊരു വലിയ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ChatGPT-യിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് GHK എത്ര രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറുപടി 65ഓളം രാജ്യങ്ങളിൽ GHKയെ കുറിച്ച് അറിയുന്നവർ ഉണ്ട് എന്നുള്ളതാണ് മറുപടി കിട്ടിയത്. അതുപോലെ ഏതൊക്കെ ഓൺലൈൻ പ്രസൻസ്, അതിൻ്റെ അകത്ത് 3 പ്രധാനപ്പെട്ട സംഘടനകളുടെ പേര് പറഞ്ഞതിൻ്റെ അകത്ത് നമ്മുടെ സംഘടന ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ, യുവർ ഓർഗനൈസേഷൻ എന്നാണ് ChatGPT പറഞ്ഞത്. അപ്പോൾ എൻ്റെ സംഘടന എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരു ലോക സാന്നിധ്യം അറിയിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ളൊരു കഴിവുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതൊക്കെ എത്തേണ്ടടുത്ത് എത്തത്തക്ക രീതിയിൽ സർവശക്തി നമ്മളെ നയിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ചാറ്റിൽ ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവാം. ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഗ്ലോബൽ GNM.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അത് ഞങ്ങൾ റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ അത് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ നിങ്ങളുടെ അടുത്തെത്തും. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എല്ലാ ഞായറാഴ്ചകളിലും ഇതിൻ്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമായിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്, വെബിനാറാണ്. അതിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഞങ്ങൾ എല്ലാ ജാനുവരി മാസങ്ങളിലും ഈ ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി ആഘോഷിക്കാറുണ്ട്. എല്ലാ മെയ് മാസത്തിലും. കാരണം മെയ് 17-നാണ് 1935-ലാണ് ഡോക്ടർ ഹാമർ ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഉള്ള മാസം ഞങ്ങൾ വേൾഡ് GHK സെലിബ്രേഷനായിട്ട്, GHK ഡേ സെലിബ്രേഷനായിട്ട് ആഘോഷിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ സംഘടനയുടെ ലക്ഷ്യം, ഈ ലോകത്തുള്ള മുഴുവൻ പോപ്പുലേഷനിലും 8 ബില്യൺ പീപ്പിൾ ഉണ്ടെന്നാണ് പറയുന്നത്, അവിടെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ലക്ഷ്യം വയ്ക്കുമ്പോൾ ചെറിയ ലക്ഷ്യം വെക്കേണ്ടല്ലോ, വലിയ ലക്ഷ്യം തന്നെയാണ്. ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഓരോ കോഴ്സ് നടത്തുന്ന ഈ ഓഗസ്റ്റ് 13-ാം തീയതി ഞങ്ങൾ GHK ഫോർ ഹോമിയോപ്പസ്, കാരണം ഇന്ത്യയിൽ ഹോമിയോപ്പതി ഡോക്ടർമാരാണ് GHK ആദ്യമായിട്ട് കൈകാര്യം ചെയ്തത്. ഡോക്ടർ പ്രഫുൽ വിജേക്കർ മുതൽ ഡോക്ടർ ആഷർ, ഡോക്ടർ മോട്ടിവാല, അതിനുശേഷമാണ് ഞാൻ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ പോയി പഠിച്ചത്. അങ്ങനെ ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ് ഇത് ആദ്യമായിട്ട് കൈകാര്യം ചെയ്തത്. അത് ഹോമിയോപ്പതിയുടെ പ്രത്യേകത കൊണ്ടാണത്. അതുകൊണ്ട് ഭാവിയിൽ ഹോമിയോപ്പതിയും GHKയും കൂടെ ചേർന്നിട്ട് ലോകത്തിലെ നമ്പർ 1 സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ വീണ്ടും പറയുന്നത്, ലക്ഷ്യം വയ്ക്കുമ്പോൾ ചെറിയ ലക്ഷ്യമല്ല, വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് ടോപ്പ് മോസ്റ്റ് പോപ്പുലർ സിസ്റ്റം ഓഫ് മെഡിസിൻ ഏതാണെന്ന് ഭാവിയിൽ ചോദിക്കുമ്പോൾ GHK പ്ലസ് ഹോമിയോപ്പതി ആയി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ഞങ്ങൾ തുടങ്ങുകയാണ്, GHK ഫോർ ഹോമിയോപ്പസ്. എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെയും അതിൽ പങ്കെടുക്കാനും മെമ്പേഴ്സ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അധികം താമസിയാതെ നിങ്ങൾക്കൊരു 440ഓളം ഓഡിയോ ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും കേൾക്കാം. അത് ഒരു ഡെയിലി വീഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് എല്ലാവരിലും സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കാനുള്ള നടപടികൾ നടത്തുകയാണ്. ഇത്രയും ആമുഖമായി ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അലർജിക് ഡിസോർഡേഴ്സ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് GHK എന്നാണ്. അലർജിക് ഡിസോർഡേഴ്സ്, ഇത് രണ്ടും ഞാൻ നിങ്ങളോട് തിരുത്തി വായിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. നമുക്കിങ്ങനെ തിരുത്താം: സോ കോൾഡ് അലർജിക് ഡിസോർഡേഴ്സ്. ഇനി ഡിസോർഡേഴ്സ് എന്നുള്ളതും ഇൻവേർട്ടഡ് കോമാസിൽ ഇടുക. ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് GHKയിൽ ഇല്ല. എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ.
അപ്പോൾ നമ്മൾ അലർജിയെക്കുറിച്ച് എന്നെ ശ്രമിക്കുന്നവരിൽ 95% പേരും അലർജി എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് കൺസിഡർ ചെയ്യുന്നവരാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ എൻ്റെ ക്യാപ്ഷൻ കാസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഡിസോർഡർ ആയിട്ടില്ല, കാരണം ഇത് പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ എവറിതിങ് ഈസ് ഇൻ ഓർഡർ. അതുകൊണ്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഡിസീസ് ആൻഡ് ക്യൂർ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് GHK ഈ ലോകത്തിന് മുമ്പിൽ വെക്കുന്ന വിപ്ലവകരമായ ആശയം. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അതായത് അലർജി എന്ന് പറയുന്ന ഈ രോഗം. അപ്പൊ അലർജി എന്ന് പറയുന്ന രോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം എന്നെ ശ്രമിക്കുന്നവരിൽ ഒത്തിരി പേര് ഡസ്റ്റ് അലർജി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ മിൽക്ക് അലർജി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് പറയുകയാണ് എനിക്ക് എഗ് അലർജിയാണ്. ഇങ്ങനെ ധാരാളം അലർജികൾ കൊണ്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അലർജിയെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. എന്നാൽ ഈ ധാരണകളെല്ലാം തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. കാരണം അങ്ങനെ ഒരു രോഗമില്ല, അതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഇവിടെ പ്രബലരായ എല്ലാവരുടെ പ്രചാരത്തിലിരിക്കുന്ന ഈ വൈദ്യശാസ്ത്രം നിങ്ങളോട് പറയുകയാണ് ഇതൊരു രോഗമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു രോഗമില്ല, അങ്ങനെ ഒരു ഡിസോർഡർ ഇല്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് തുടർന്നുള്ള എന്നെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. അത് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ, അതിനെ വൈദ്യശാസ്ത്രം എന്ന് വിളിക്കാമോ എന്ന് പറയുന്നില്ല, ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് മെറ്റീരിയലിസ്റ്റിക് ഐഡിയ ഉള്ളത്. ശരിക്കും ശാസ്ത്രം ഭൗതിക ശാസ്ത്രമായിട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഇതൊരു ഭൗതിക ശാസ്ത്രമേ അല്ല. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്നത് ജൈവിക നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഒന്നും നമുക്ക് എന്താ പറയുക, ഇന്നത്തെ മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ പ്രൂവ് ചെയ്യാവുന്നതല്ല. പക്ഷെ അദ്ദേഹം എല്ലാ 5 ബയോളജിക്കൽ ലോസ് ഉണ്ട്, ഇതിനെല്ലാം സയന്റിഫിക് വേയിൽ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം ഒരു തലം കഴിഞ്ഞാൽ മനസ്സ്, തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ, ബോഡി, ഈ 3 ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ഓഫ് ദി ബോഡി അല്ല, ഓർഗൻസ് ഓഫ് അവർ സിസ്റ്റം, ഹ്യൂമൻ സിസ്റ്റം, അതിൽ മൈൻഡിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡോക്ടർ ഹാമർ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളും മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് രോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ മാൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷന് വ്യത്യാസം വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയ്ക്കല്ല രോഗം. എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, അത് രോഗമാണ്. അല്ലെങ്കിൽ ആൽബുമിൻ ശരീരത്തിൽ കൂടുതലാണ്, അയൺ കൂടുതലാണ്, അല്ലെങ്കിൽ സോഡിയം കുറവാണ്, പൊട്ടാസ്യം കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ്, അപ്പോൾ അത് രോഗമാണ് എന്ന് പറയുന്ന ആ വൈദ്യശാസ്ത്രമല്ല ഡോക്ടർ ഹാമർ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഈ ഫങ്ഷന് വ്യത്യാസങ്ങൾ വന്നാൽ അത് ഒരു പ്രോഗ്രാം, ഒരു ബയോളജിക്കൽ പ്രോഗ്രാം അനുസരിച്ചാണ്. അതിൻ്റെ പിന്നിലൊരു ബയോളജിക്കൽ പെർപ്പസ് ഉണ്ടെന്ന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം സ്ഥാപിച്ചു. അതാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാൻ താല്പര്യമില്ലാത്ത, അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മെഡിസിൻ എന്ന വാക്ക് കടന്നുകൂടിയുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കുകയാണ്. GHK എന്ന് മാത്രമാണ്. കാരണം GHK എന്ന് പറഞ്ഞാൽ ജർമാനിക് ഹീലിംഗ് നോളജ് ആണ്, അത് നോളജ് മാത്രമാണ്. അപ്പോൾ ഈ നോളജാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള വേദികളിൽ. അപ്പോൾ ഡിസീസ് ഈസ് നോട്ട് എ മാൾ ഫങ്ഷൻ ബട്ട് എ മീനിങ് ബയോളജിക്കൽ പ്രോഗ്രാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, സൂം ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സിലും നമ്മൾ ആപ്പ് എന്ന് പറയുന്ന, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം ഓരോരോ പ്രോഗ്രാംസാണ്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ, ശരീരം എന്ന് മാത്രം പറഞ്ഞാൽ പറ്റാം, നമുക്ക് ശരീരം കൺട്രോൾ ചെയ്യുന്ന നമ്മൾ CPU എന്ന് വിളിക്കാവുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിനിനെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സുണ്ട്. അത് കാണാൻ പറ്റുന്ന സാധനമല്ല, അദൃശ്യമാണ്. അതുക്കും മേലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായും ധാരണ നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ശാസ്ത്രം. അതായത് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ സ്പിരിച്വൽ ലെവൽ, അല്ലെങ്കിൽ സോൾ ലെവൽ, അങ്ങനെ ഡൈനാമിക് ലെവലിലേക്ക്. അത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ രംഗം. ഹോമിയോപ്പതി പലപ്പോഴും ജനങ്ങളിൽ എത്തിക്കുമ്പോൾ ഈ ഡൈനാമിക് ലെവലിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് സയൻസ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ മടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല അവതരിപ്പിക്കപ്പെടാറുള്ളത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ആസ്പെക്റ്റ് ശരിക്കും ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും അജ്ഞാതമാണ്. പക്ഷെ ഹോമിയോപ്പതിയും GNM അല്ലെങ്കിൽ GHKയും ഈ ഡൈനാമിക് ലെവലിൽ തന്നെയാണ് അതിൻ്റെ മുഴുവൻ പ്രവൃത്തികൾ നടക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ എന്താണ് രോഗം എന്ന് ഞാൻ പറഞ്ഞു, അതൊരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ അതിൽ റൺ ചെയ്യുന്നത്? ഫ്രം ദി വെരി ബിഗിനിങ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അതൊക്കെ മുമ്പിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പല രോഗാവസ്ഥകളും നമ്മളൊരു ഡൈനാമിക് ലെവലിലേക്ക് പോകുമ്പോൾ ജനറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അത് ഭൗതികമായി. കാരണം ജീൻസ് ബേസ് ചെയ്തിരിക്കുന്നത് തന്നെ ചില മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റിലാണ്. അതിനും അപ്പുറം ഉള്ളതാണ് ഡൈനാമിക്. അപ്പൊ അദൃശ്യമായ കോൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങൾ എങ്ങനെ ചിലപ്പോൾ അമ്മയിൽ ബാധിക്കുന്ന അല്ലെ തലമുറകളിലൂടെ കടന്നു വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മയാസം പറയുന്നത്. അതുകൊണ്ട് ആണ് മയാസവും ഹോമിയോപ്പതിയിലുള്ളതും GNM-ൽ പറയുന്ന കോൺഫ്ലിക്ട്സും എല്ലാം ഒരുമിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു പ്രോഗ്രാമാണ്. നമ്മൾ പറയുക GNM GSK പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എവല്യൂഷൻ സം ടൈം ഇൻ ദി റിമോട്ടസ്റ്റ് പാസ്റ്റ്, അത്രയും പഴക്കമുള്ള ഒരു എവല്യൂഷണറി നോളജിൽ നമുക്ക് അറിയാം. ആദ്യം ജീവൻ വെള്ളത്തിലുണ്ടായി, അതിനുശേഷം അതിൻ്റെ രൂപം മാറ്റി, അവസാനം അത് കരയിലേക്ക് വന്നു. അങ്ങനെയൊക്കെയുള്ള എവല്യൂഷൻ നോളജും നമ്മൾ അത് ഈ എംബ്രിയോളജി നോളജും കൂടെ ചേർത്തിട്ടാണ് ബേസിക് നോളജ് ഓഫ് GHK പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലോപ്പതി എന്ന് പറയുന്ന പ്രചാരത്തിലുള്ള വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അലർജി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേറൊരു കൺസെപ്റ്റ്, വേറൊരു ഹൈപ്പോത്തീസിസ് കൊണ്ടുവരണം. അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം തിയറി. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം തിയറി എന്ന് പറയുന്നത് തന്നെ അതുപോലെ ഒരു ഹൈപ്പോത്തീസിസ് ആണ്. ഇതുപോലെ 500ഓളം ഹൈപ്പോത്തീസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ തിയറി, ജനറ്റിക് തിയറി, കാർസിനോജൻ തിയറി, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതെല്ലാം റെഫ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഹാമർ. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, നിനക്ക് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഈസ് ഷോയിങ് അലർജിക് സിംറ്റംസ് ഇൻ യു എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെ റോങ് ആണെന്ന് ഡോക്ടർ ഹാമർ പറയുന്നു. അതുകൊണ്ട് അലർജി എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം, അതായത് ഒരാൾക്ക് മുട്ട അലർജിയാണ്, ഒരാൾക്ക് മത്സ്യ അലർജിയാണ്, ഒരാൾക്ക് എന്താ പറയുക പൊട്ടറ്റോ അലർജിയാണ്, മിൽക്ക് അലർജിയാണ്, ഗ്ലൂട്ടീൻ അലർജിയാണ്. ഇങ്ങനെ ഓരോ റാൻഡമായിട്ട് അവരവരോ അങ്ങനെയുള്ള ആ ശാസ്ത്രം ഒരു നല്ല ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സ്കാമാണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൂവ്ഡ്, ഇറ്റ് കനോട്ട് ബി പ്രൂവ്ഡ്. കാരണം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കാരണങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ ഫിസിയോളജിക്കൽ അല്ല ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന IgG അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ചേഞ്ചസ് ആണ് ഇതിന് പ്രൂഫായിട്ട് കാണിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കി, ദി സബ് കോൺഷ്യസ് മൈൻഡ്, വിച്ച് കനോട്ട് ബി പ്രൂവ്ഡ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിച്ചിട്ട് ദിസ് ഈസ് കോസിങ് ദിസ് എന്ന് പറയുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം തിയറി. അത് തെറ്റാണ് എന്ന് ഡോക്ടർ ഹാമർ പ്രൂവ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അലർജി എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം ആയിട്ടുള്ള ഇമ്മ്യൂൺ റിയാക്ഷൻസ് അല്ല, ദേ ഹാവ് എ ബയോളജിക്കൽ ആൻഡ് ഇമോഷണൽ റൂട്ട് കോസ് ഉണ്ട് എന്നുള്ളതാണ് GSKയുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ബയോളജിക്കൽ വിത്ത് എ ബയോളജിക്കൽ പർപ്പസ്. എന്താണ് ബയോളജിക്കൽ പർപ്പസ്? ഫോർ അവർ സർവൈവൽ, ഫോർ അവർ അതിജീവനത്തിന് വേണ്ടി ജൈവികമായിട്ടുള്ള ചില പ്രോഗ്രാംസ്, അതിന് നമ്മൾ SBS എന്നാണ് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്നാണ് അതിൻ്റെ വിശദീകരണം. SBS എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ രോഗം എന്നറിയപ്പെടുന്ന രോഗങ്ങൾ, ഡയബറ്റീസ് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, നടുവേദന ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, ഏത് രോഗവും, ചൊറിച്ചിലായിക്കോട്ടെ, തുമ്മലായിക്കോട്ടെ, ചുമയായിക്കോട്ടെ, 1000 രോഗങ്ങളുടെ പേര് നിങ്ങൾ പറയൂ, ഈ 1000 എണ്ണവും ഇതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് കൊണ്ട്, സൈക്കിക് ലെവലിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പഠിച്ചു, ഞാനത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇതെൻ്റെ ഈ ശാസ്ത്രം അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ രോഗ അവസ്ഥകളും, അല്ലെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളും, സൈക്കോളജിക്കൽ ഡിസീസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ ഡിസീസ് എന്ന് പറയുന്നത്, സൈക്കാട്രിക് ഡിസീസ് എന്ന് പറയുന്നത് അതായിക്കോട്ടെ, ഏത് സോക്കോൾഡ് ഇൻക്യൂറബിൾ ഡിസീസ് ആയിക്കോട്ടെ, ഇത് എല്ലാം each and every case can be explained away with this framework of GHK. ഇനി എന്താണ് കൺവെൻഷണൽ മെഡിസിനെ സംബന്ധിച്ചുള്ള അലർജിക് ഡിസീസ് എന്ന് പറയുന്നത്? ഡിസോർഡർ എന്നാണ് പറയുന്നത്. യു ആർ അലർജിക് ടു. വൈ?
ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ ജനറ്റിക് ഇതായിട്ട് ചേർത്തു. ദർ ഇസ് എൻ ഇമ്മ്യൂൺ സിസ്റ്റം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ വേയിൽ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടാണ് യു ആർ അലർജിക് ടു ഗ്ലൂട്ടീൻ, യു ആർ അലർജിക് ടു എഗ് പ്രോട്ടീൻ, ഓർ യു ആർ അലർജിക് ടു സീ ഫുഡ്സ്. ഇങ്ങനെ ഓരോ സാധനങ്ങളോട് നിങ്ങൾ ഇൻഡിവിജ്വലി റാൻഡംലി ചോസൻ ആണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു ശാസ്ത്രമാണ് കൺവെൻഷൻ. ഓൺലി ബിക്കോസ് നിങ്ങൾ ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, ഓൺലി ബിക്കോസ് they cannot prove the existence of the so-called mind. It cannot be imaged in the sense ഒരു PET സ്കാൻ എടുത്തു, CT സ്കാൻ എടുത്തു, MRI എടുത്തു, അൾട്രാസൗണ്ട് എടുത്തു, ബ്ലഡ് എക്സാമിനേഷൻ എടുത്തു, എക്സ്റേ എടുത്തു. You cannot establish the existence of a mind as well as his conflicts going through him. അപ്പോൾ യാതൊരു ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനും ഇല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാരണമാണ് നമ്മുടെ ശരീരത്തിലെ പല അബ്നോർമൽ എന്ന് വിളിക്കപ്പെടുന്ന, റിയലി ദേ ആർ നോട്ട് അബ്നോർമൽ, ദേ ആർ ഫോർ പ്രൊട്ടക്ഷൻ. നമ്മുടെ ബോഡിയിൽ നമ്മളെ അതിജീവനത്തിന് വേണ്ടി, സർവൈവലിന് വേണ്ടി വെച്ചിരിക്കുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് സോ കോൾഡ് ഡിസീസസ്. അതുകൊണ്ട് ഞാൻ ഈ അലർജിയെയും സോ കോൾഡ് അലർജിക് ഡിസീസസ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. എന്താണ് കൺവെൻഷണൽ മെഡിസിൻ്റെ അപ്രോച്ച്? ഇറ്റ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട്സ് ടു ഹാംലെസ് സബ്സ്റ്റൻസസ്. അതായത് വളരെ റൂട്ടീൻ, ആരും കണ്ടിട്ടില്ലാത്ത അല്ലെ കാണാൻ കിട്ടത്തില്ലാത്ത പോളൻ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്മെൽ, അല്ലെ പർട്ടിക്കുലർ ഫ്രാങ്കിൻസെൻസ്, ഒരു സാമ്പ്രാണി തിരി എന്നൊക്കെ നമ്മൾ പറയുന്ന, ചന്ദനത്തിരി എന്നൊക്കെ പറയുന്ന സാധനം കത്തിച്ചു, അയ്യോ അതിൻ്റെ മണം അടിച്ചാൽ എനിക്ക് ശ്വാസം മുട്ടും. അല്ലെങ്കിൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പപ്പടം വറക്കുന്ന മണം കിട്ടിയാൽ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ സ്ട്രീറ്റ്, കേരളത്തിലെ മുളമുള്ള സ്ട്രീറ്റ് എന്താ പറയുക, എണ്ണക്കടികളുണ്ട്, എണ്ണപ്പലഹാരങ്ങൾ ഇന്ന് വളരെ പോപ്പുലറാണ്. അപ്പം ഞാൻ അതുപോലെയുള്ള ഒരു തട്ടുകടയുടെ മുമ്പിൽ പോയി അവിടെ ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു പഴംപൊരി എടുത്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൂടെ പോയാൽ ഞാൻ ശ്വാസം മുട്ടും എന്ന് അവരങ്ങ് വിശ്വസിക്കുകയാണ്. ഇത് അലർജിയാണെന്നാണ് മോഡേൺ മെഡിസിൻ ഡോക്ടർ പറയുന്നത്. അല്ല, അത് എന്ന് മുതൽ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിന് കാരണമുണ്ട്. അതാണ്, ഇറ്റ് ഈസ് നോട്ട് എ റാൻഡംലി affecting a particular disease അല്ല, ഇറ്റ്സ് എവരിതിങ് ഈസ് ഇൻ ഈസ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയാൻ പോകുന്നു. അതായത് ഈ ക്ലാസ് കൊണ്ട് നിങ്ങളെ GNM പഠിപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ ക്ലാസ് മൂലം നിങ്ങൾ GHKയിലേക്ക് പഠിക്കാനായിട്ട് ആകൃഷ്ടരാകുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് ChatGPT അല്ലെ AI-യിലേക്ക് ചോദ്യം ചോദിച്ചാൽ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടും. വാട്ട് ഈസ് ദി ഇമോഷണൽ പത്തോളജി എന്നൊക്കെയാണ് അവർ പേര് വിളിക്കുന്നത്, അല്ലെ ഇമോഷണൽ റീസൺ, സൈക്കിക് റീസൺ ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ്, എനി ഡിസീസ്. നിങ്ങൾ നമ്മൾ ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഓഫ് ദി യൂറിനറി ട്രാക്ട്, അങ്ങനെ ഒരു ഇത് കൊടുക്കുക. വാട്ട് ഈസ് ദി ഇമോഷണൽ പത്തോളജി. അപ്പോൾ അത് വളരെ വിശദമായിട്ട് അതിൻ്റെ എല്ലാം പറയുന്ന ഒരവസ്ഥയിലേക്ക് നോളജ് ഹാസ് എക്സ്പാൻഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമല്ല, എവറിത്തിങ് ഈസ് ദെയർ. നിങ്ങൾ ജസ്റ്റ് നൗ നിങ്ങൾ പണ്ട് നമ്മൾ പറയുക ഗൂഗിളിൽ ചെയ്യാന്ന് പറയുന്നത്, ആ കാലം പോയി. ഇപ്പോൾ നമ്മൾ ChatGPT ഇപ്പോൾ മുതലുള്ള അതിൻ്റെ അഡ്വാൻസ് വേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതിലൂടെ എല്ലാം നിങ്ങൾക്ക് നോളജ് കിട്ടും. സോ ദിസ് ഈസ് ബിക്കമിങ് വെരി പോപ്പുലർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡയഗ്രാം, ഒരു സ്കീമാറ്റിക്, എന്താ പറയുക, ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദി പോപ്പുലാരിറ്റി ഓഫ് GHK ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അയച്ചു തന്നെ. ഗ്ലോബിന്റെ പടം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഗ്ലോബിന്റെ മാപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഫില്ലിങ് മേജർ കൺട്രീസ് അതിൻ്റെ കളറേഷൻ കൊണ്ട് മാർക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. സോ ഇറ്റ്സ് ബിക്കമിങ് പോപ്പുലർ. വൈൽഡ് ഫയർ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു വളരെ വേഗം വൈകുകയാണ്. യു കനോട്ട് എസ്കേപ്പ് ഫ്രം ദിസ് നോളജ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ യു, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്, ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ. ദിസ് നോളജ് ഈസ് ഗോയിങ് ടു ലീഡ് ദി വേൾഡ് ഇൻ ഫ്യൂച്ചർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം ആൻഡ് ലേൺ ദിസ്. അലോപ്പതിയെ സംബന്ധിച്ചുള്ള അതൊരു IgE അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തിട്ട് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എന്ന് പറയുകയാണെങ്കിൽ, നോ, ദാറ്റ് ഈസ് ദി മെറ്റീരിയലിസ്റ്റിക് ഓർ മെറ്റീരിയൽ ആയിട്ടുള്ള ഔട്ട്കം ആണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റീഡബിൾ, അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദി ബോഡിയാണ്. നോ, ബിഫോർ ദാറ്റ് ദർ ഇസ് എ സ്റ്റേജ് ഓഫ്
ബീങ് അഫക്റ്റഡ് ഇൻ ദി സൈക്കോളജിക്കൽ എന്ന് പറയാൻ പറ്റില്ല, സൈക്കിക് എന്ന് പറയാൻ പറ്റില്ല, ഇൻവിസിബിൾ എന്ന് പറയാം, ഡൈനാമിക് എന്നൊക്കെ പറയുന്ന ഒരു തലമുണ്ട്. അവിടെയാണ് സൈക്കിക് ഇൻഫ്ലുവൻസ് വരുന്നത്, അവിടെയാണ് ഡിസീസ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, അല്ലെ കിക്ക് സ്റ്റാർട്ട് എന്നുള്ള വാക്കുണ്ട്, കിക്ക് സ്റ്റാർട്ട്. ഇറ്റ് ഈസ് വേർ ദ ഡിസീസ്, ദി പ്രോസസ് ഓർ ദി ഹോൾ പ്രോഗ്രാം ഓഫ് ഡിസീസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അത് തന്നെയാണ് വേർ ആക്ച്വൽ റെസൊല്യൂഷൻ ഓഫ് എ കോൺഫ്ലിക്റ്റ് ഓൾസോ ഹാസ് ടു ടേക്ക് പ്ലേസ്, ആൻഡ് ആസ് എ റിസൾട്ട് ദി സോ കോൾഡ് സഫറിംഗ് വിൽ ബി ഓവർ. No suffering is beyond the program of nature or mother nature. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എവറിത്തിങ് ഈസ് അക്കോർഡിംഗ് ടു ദി പ്രോഗ്രാം ഓഫ് നേച്ചർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്, 3 എക്സെപ്ഷൻസ് ഉണ്ട് സൈക്കിക് ഇൻഫ്ലുവൻസിന്. ഒന്ന് ട്രോമ അല്ലെ ആക്സിഡന്റ്, ഇഞ്ചുറി. നമ്പർ 2 മാൾ ന്യൂട്രീഷൻ, an important or essential constituent of or nutrients not reaching the system, it will have its own repercussions, disease. അതല്ല രോഗം. അല്ലെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ഒരു കാരണം അതിൻ്റെ ടോക്സിൻസ് ആണ്. ഞാൻ ഈ 3 കാര്യങ്ങൾ എക്സാം ചെയ്യുകയാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരു റാൻഡം ആയിട്ട് നടക്കുന്ന സെൻസിറ്റിവിറ്റിയാണ് അവരെ സംബന്ധിച്ചുള്ള പറയുന്നത്. ഫോർ എക്സാമ്പിൾ പോളൻ അല്ലെ ഡസ്റ്റ്. ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളെയാണ് 1 കിലോ പോയിട്ട് ഒരു 100 ഗ്രാം പോയിട്ട് 1 ഗ്രാം പോയിട്ട് 1 മില്ലിഗ്രാം പോലും ഇല്ലാത്ത ഡസ്റ്റ് കയറി അറ്റാക്ക് ചെയ്ത് രോഗിയാക്കും എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം വിശ്വസിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ. ഐ ആം ഡസ്റ്റ് അലർജി. അപ്പൊ അങ്ങനെ എനിക്ക് നേരത്തെ ഒരാൾ പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഡസ്റ്റ് അലർജിയാണ്, ഡോക്ടറെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പൊ ഇയാൾ വരുമ്പോൾ ഞാൻ തമാശ പറയാറുണ്ട്, ഞാനിങ്ങനെ ഈ റൂമിൽ പൊടി കാണിച്ചിട്ട് പറയാണ്, എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞതാണ് ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യണമെന്ന്, ബട്ട് ഷീ ഹാസ് നോട്ട് ഡൺ ഇറ്റ് പ്രോപ്പർലി. അതുകൊണ്ട് ഈ റൂം മുഴുവൻ ഇങ്ങനെ പൊടിയാണെന്ന് കാണിച്ചാൽ മതി, ഹി വിൽ സ്റ്റാർട്ട് സ്നീസിങ്. It's not because of the dust attacking him, because it is attacking his mind. This room of this doctor is full of dust എന്നുള്ള വിശ്വാസം മനസ്സിൽ വരുമ്പോഴാണ്. ഇനി വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, അത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധമാണ്. അപ്പൊ അലോപ്പതി ഡോക്ടർമാർ അതിന് പല പല ആന്റി ഹിസ്റ്റാമിൻസ് കൊടുത്തിട്ട് അതിനെ സപ്രസ് ചെയ്യും. ഇറ്റ് ഇസ് ട്രൂ, ദേ ക്യാൻ ഡു ഇറ്റ് ഫോർ ട്രാൻഷ്യൻ പീരിയഡ്, അല്ലെങ്കിൽ ടെമ്പററി പീരിയഡ്. ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ മൂക്കിലുറ്റിക്കുന്ന ആന്റി ഹിസ്റ്റാമിൻസ് നേസൽ സ്നീസിങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ്, ചക്രായുധം, അന്തിമമായിട്ട് കൊടുക്കേണ്ട സാധനം ആദ്യമേ തന്നെ എടുത്ത് വീശി സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നു. എല്ലാ കേസുകളിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയും, നിങ്ങൾ എന്താ പറയുന്നത്, പപ്പടം വറക്കുന്ന മണം കേട്ടാൽ നിങ്ങൾ തുമ്മുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പപ്പടം വറക്കണ്ട. അല്ലെങ്കിൽ എണ്ണ പലഹാരം വറക്കുന്ന തട്ടുകടയുടെ അടുത്തൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ തുമ്മുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളടത്ത് പോകണ്ട. മുട്ട കഴിച്ചാൽ നിങ്ങൾക്ക് ഛർദി വരുമെങ്കിൽ നിങ്ങൾ മുട്ട കഴിക്കണ്ട. ഇതാണ് ട്രീറ്റ്മെന്റ് മെത്തേഡ്. നമ്മൾ അങ്ങനെയല്ല പറയുക. GHK പഠിച്ച ഒരാൾ പറയും, ഇന്ന് നിങ്ങൾ മുട്ട കയ്യിലെടുത്തിട്ട് പറയണം, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു ഈ മുട്ട കഴിച്ചിട്ടാണ് എനിക്ക് കുഴപ്പമുണ്ടാകുന്നതെന്ന്, പക്ഷെ ഇന്ന് വർഗീസ് ഡോക്ടർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മുട്ട കഴിച്ചാൽ എനിക്ക് അസുഖം വരുമെന്നുള്ള എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ബോധ്യമാണ് എന്നെ കൊണ്ട് മുട്ട കഴിച്ചപ്പോഴത്തേക്കും വയറ്റിൽ അസുഖം ഉണ്ടാക്കിയത്. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അതേപോലെ ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്ന ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ 50 വർഷമായി. ഞാൻ മെഡിസിൻ പഠിക്കുന്ന കാലം മുതലേ ഈ അലർജി വിഷയം ചർച്ച ചെയ്തതാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഏതോ ഒരു എനിക്ക് തോന്നുന്നു ബോംബെയിലോ ഡൽഹിയിലോ ഏതോ ഒരു ക്ലാസ് കൂടാനായിട്ട് ഞാൻ അന്നത്തെ തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് പോയപ്പോൾ അവിടെ വിദേശത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, ഡീസെൻസിറ്റൈസേഷൻ അറിയാമോ, നിങ്ങളുടെ ഒരു 20 പോസിബിൾ അല്ലെ പ്രോബബിൾ ആയിട്ടുള്ള അലർജൻസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാം നിങ്ങളുടെ ബോഡിയിൽ കുത്തിവെക്കുന്നു, എന്നിട്ട് അതിൻ്റെ വീൽ ഫോർമേഷൻ, അല്ലെങ്കിൽ എന്തിനോടാണ് നിങ്ങൾ കൂടുതൽ സെൻസിറ്റിവിറ്റി, ഇതും കൂടെ ചേർത്തിട്ട് ഒരു വാക്സിൻ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങളെ കൊടുക്കും, എന്നിട്ട് അത് ഇന്ന പീരീഡിൽ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരും, അങ്ങനെ നിങ്ങളെ ഡീസെൻസിറ്റൈസ്. ഇങ്ങനെയുള്ള തികച്ചും എന്താ പറയുക, ബോഡി ലെവൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ചെയ്യുന്നത്. ദേ ഡു നോട്ട് നോ, അവർക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹ്യൂമൻ സിസ്റ്റം ഒരു ബോഡിയാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള വികലമായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ പൊന്തി വരികയും തികച്ചും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാറുണ്ട്. അതായത് മെഡിക്കലി ഇല്ലിറ്ററേറ്റ്. എന്താണ് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമാണ്. ഡോക്ടർമാരോടൊക്കെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്ക് മാത്രമുള്ളത്, എൻ്റെ ഭാര്യയ്ക്ക് മുട്ട കഴിച്ചാൽ കുഴപ്പമില്ല, അത് നിങ്ങൾ അലർജിക്കാണ്, അങ്ങനെ തിരിച്ചു ചോദിക്കാനുള്ള അവകാശമില്ല.
അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട മനുഷ്യർ ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് GHK സംബന്ധിച്ചിടത്തോളം അലർജിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? സോ അലർജി ഈസ് എ റിസൾട്ട് ഫ്രം എ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഷോക്ക് എക്സ്പീരിയൻസ്ഡ് ഇൻ എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. ഓരോ രോഗിയും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത് ഒരു 6 വർഷമായിട്ട് മിൽക്ക് അലർജിയുള്ള ഒരു ടീച്ചറുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഒരു 6 വർഷം മുമ്പ് ഒരു ദിവസം ഈ ടീച്ചർ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ടീച്ചറുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അവിടെ ഒത്തുചേരുക. അപ്പോൾ അവിടെ ചെന്നപ്പം ചായയാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതേപോലെ കോസ്റ്റ്ലി ഡ്രിങ്ക്സും ഫ്രൂട്ട് ജ്യൂസും അതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഓരോ ചായ എടുത്ത് ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കണം, ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ലൂസ് ടോക്ക് ആണല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചറുടെ വായിൽ ഒരു ജീവനുള്ള ഒരു സാധനം പിടച്ചു കണ്ടു. നോക്കുമ്പോൾ ഒരു വലിയ ഈച്ച ഈ ചായക്കകത്ത് ഇപ്പോൾ വീണതേ ഉള്ളൂ. കുടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും അത് തൊട്ട് മുമ്പ് എന്തായാലും അത് വായിൽ ഒന്ന് കൂപ്പി ഛർദ്ദിച്ചപ്പോൾ കുടിച്ച ചായ മാത്രമല്ല ഛർദ്ദിച്ചത്, ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം കൂടെ ഛർദ്ദിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ടീച്ചർക്ക് ചായ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് അലർജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ എന്ന് പറഞ്ഞാൽ ടീക്ക് കുടിക്കാൻ പറ്റും. ക്രമേണ അത് കാപ്പി കുടിക്കുമ്പോഴും അതേപോലെയുള്ള സെൻസേഷൻ വരാൻ തുടങ്ങി. ഇത് ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസം. മോളെ നീ ഇനി അത് കഴിക്കേണ്ട, കാരണം നീ എന്നാലും നീ വല്ലാതെ സഫർ ചെയ്തു എന്നാണ് ശരീരം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഡിഫൻസ് മെക്കാനിസമാണ്. ആക്ച്വലി ആ ചായ കുടിച്ചിട്ട് ഈച്ച 6 വർഷം മുമ്പുണ്ടായ ഈച്ച അത് ചത്തിട്ട് എത്രയോ കാലമായി. ആ ചായ പോയിട്ട് പിന്നെ എത്രയോ ചായ ഉണ്ടായി. ഈ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളും ചായ കുടിക്കുന്നുണ്ട്, കാപ്പി കുടിക്കുന്നുണ്ട്, അവർക്കാർക്കും അസുഖമില്ല. ടീച്ചറുടെ മനസ്സിൽ നിന്ന് ആ ഭയം എടുത്തു മാറ്റണം എന്ന് ഉള്ളതാണ് നമ്മുടെ തെറാപ്പി. സോ സിമ്പിൾ. അതിന് മെഡിസിൻ ഒന്നും വേണ്ട, അതിന് മെഡിസിൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആ സംഭവത്തെയാണ് GNM-ൽ DHS എന്ന് പറയുന്നത്. ഡിർക്ക് ഹാമർ സിൻഡ്രോം എന്നാണ് അതിന്റെ ഫുൾ പേര്. അതായത് ഡോക്ടർ ഹാമറിന്റെ പേരാണ് ഡിർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ കയ്യിലിരുന്ന് മരിച്ചു, ഒരു വെടി, അതൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു വെടിയേറ്റ് മകൻ, 19 വയസ്സുള്ള മകൻ മരിച്ച് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ടെസ്റ്റിക്കിൾസിൽ, വൃഷണത്തിൽ ക്യാൻസർ ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത്, എന്തുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടവും എൻ്റെ ടെസ്റ്റിസിലുണ്ടായ ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ക്യാൻസർ പേഷ്യൻസിന്, തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് ഉണ്ടായിരുന്നു, അവരിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു തിയറി അല്ല, ഇറ്റ്സ് റെവലേഷൻ എന്ന് ഞാൻ പറയുന്ന റെവലേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ പറയുന്ന കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, ട്രിഗർ ചെയ്യുന്ന സൈക്കിക് ആയിട്ടുള്ള കോസേഷനാണ് നമ്മൾ പറയുന്നത് DHS എന്ന് പറയുന്നത്. അപ്പോൾ DHS ഉള്ളപ്പോൾ അന്നേരം നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഈച്ചയുടെ കാര്യം, അപ്പോഴും മുതൽ ഭയത്തിലാണല്ലോ. ഒത്തിരി സിംറ്റംസ് ഉണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ ആ ട്രിഗർ ചെയ്ത ആ ഒരു പോയിന്റിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് എന്താണ് ഉണ്ടായിരുന്നത്? മനസ്സിലാണ് ഭയം ഉണ്ടായിരുന്നത്. ചായയോ ഈച്ചയോ അല്ല ഭയം ഉണ്ടാക്കിയത്, അതാ വ്യക്തിയുടെ ശക്തി എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഭയം. അപ്പോൾ ഇനി ഞാൻ ചായ കുടിച്ചാൽ അതുപോലെ വരുമെന്ന് വിശ്വസിച്ചു പോയി. അത് ആ സമയത്ത് തന്നെ എടുത്തു കളയാമായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ചായയിൽ ഈച്ചയില്ല, അത് കുടിച്ചാൽ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ മാത്രം, വിശ്വസിക്കാൻ മാത്രം സ്ട്രോങ് ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. അതിനുശേഷം ആ വ്യക്തി വരുന്നത് 6 വർഷത്തിന് ശേഷം പാലുൽപ്പന്നം, പാല്, തൈര്, പാല് ചേർത്ത യാതൊരു പേട എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി അലർജിക് ആണെന്നുള്ള വിശ്വാസത്തിലാണ് ആ പേഷ്യൻ്റ് 6 വർഷത്തിന് ശേഷം വരുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. അതിൻ്റെ ഒറിജിനൽ കോസ് പറഞ്ഞാൽ ആ ഈച്ചയും ഇവരുടെ ഇതുമായിട്ട് ബന്ധം, കണക്ഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ്സ് എ റോങ് കണക്ഷൻ. ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഫ്രീ ഫ്രം ദാറ്റ് ബോണ്ടേജ്. അനാവശ്യമായിട്ടുള്ള ഒരു ഭാരം, ഒരു രോഗം, ഒരു ഡയഗ്നോസിസ് ജീവിതം മുഴുവൻ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ള അത്രമാത്രം ചിന്തിക്കാനുള്ള ഒരു ബോധം ഒരു ടീച്ചർക്ക് ഉണ്ടാകേണ്ടതാണ്. അതാണ് നമ്മൾ അതിന് GNM തെറാപ്പി എന്ന് പറയും. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ആ DHS എന്ന് പറയുന്ന ആ സംഭവത്ത് മൈൻഡ് ഈസ് വെരി സെൻസിറ്റീവ്, വെരി നമ്മൾ പറയുക അലേർട്ടാണ്. അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അതിനുള്ള പ്രോഗ്രാംസ് എല്ലാം ചെയ്യണം. വാട്ട് ആർ ദി സറൗണ്ടിങ് സിറ്റുവേഷൻസ് ദാറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ് പർട്ടിക്കുലർ DHS. ഞാൻ പറഞ്ഞ ഇമോഷണൽ ട്രോമ, ഇമോഷണൽ ട്രിഗർ. ആ സമയത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനോടും ഭയങ്കര സെൻസിറ്റീവ് ആകും ഈ വ്യക്തി. എന്തിനാണ് ആ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്? ഇൻ ഓർഡർ ടു പ്രിവെന്റ്. ശരിയാണ്, ആ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്.
അപ്പോൾ അതേപോലെയുള്ള സാഹചര്യം വരുമ്പോൾ നീ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ബോഡി പറയുന്നത്. പക്ഷെ നമുക്ക് ആ പ്രോഗ്രാം അന്നേരം തന്നെ ആ സമയത്ത് തന്നെ അത് എടുത്തു കളയുകയാണെങ്കിൽ യു വിൽ നോട്ട് ബി അലർജിക് ടു എനിവൺ. അപ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണ് DHSോടുകൂടി. അതിനുശേഷം ഉണ്ടാകുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. ദി പേഷ്യൻറ്റ്, സോ കോൾഡ് പേഷ്യൻറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ഇൻ ദ തോട്ട്സ്. ദോസ് തോട്ട്സ് എന്താണ്, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടെന്നിരിക്കും, രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വിശപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും, ഉറക്കം നഷ്ടപ്പെടും. ശരീരം കോൾഡ് സ്റ്റേജിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഞാനങ്ങ് ഐസായി പോയി കേട്ടോ, ഞാനങ്ങ് ഐസായി പോയി, ഒരു ഫ്രോസനായി, ഫ്രീസായി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരം തണുത്തിട്ടുണ്ടാകും ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതിന് ശേഷമാണ് അത് ഹീലാകുക എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തു. ആ റിസോൾവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. ആദ്യത്തെ സ്റ്റേജിനെ കോൾഡ് ഫേസ് എന്ന് പറയും. കാരണം ആ സ്റ്റേജിൽ നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഭയങ്കര ആക്റ്റീവാണ്. നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ് നമ്മുടെ പെരിഫറൽ ബ്ലഡ് വെസൽസ് എല്ലാം ഷ്രങ്കൺ ആകുന്നു, ബ്ലഡ് സപ്ലൈ കുറയുന്നു, ബ്ലഡ് സപ്ലൈ ഗോസ് ടു ദി വൈറ്റൽ ഓർഗൻസ്. അപ്പോൾ പെരിഫറൽ വാസോ കൺസ്ട്രിക്ഷൻ വരുന്നു, അപ്പോൾ തൊട്ട് നോക്കിയാൽ തണുത്തിരിക്കുന്നു, അങ്ങനെയുള്ള ചേഞ്ച്. But the patient or so-called individual is able to overcome that situation. അങ്ങനെയാകുമ്പോഴത്തേക്കും ബോഡി ബിക്കംസ് ഹോട്ട്. അപ്പോൾ നമ്മൾ ചൂടായി, പനി എന്നൊക്കെ പറയുന്നതെല്ലാം അങ്ങനെ സംഭവിക്കുന്നതാണ്. അങ്ങനെ വാം ഫേസിലേക്കാണ് അതിനുശേഷം വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഈ അലേർട്ട് ആകുന്നതോടുകൂടി അതിൻ്റെ ചുറ്റുവട്ടത്ത് എന്താണ് ഉണ്ടായിരുന്നത്, അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തിയെ കാണുമ്പോൾ ഐ ആം അലർജിക് ടു ദാറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയാം. അതൊരു വിന്റർ ടൈം ആയിരുന്നു, അന്ന് മഞ്ഞുണ്ടായിരുന്നു, അതിൽ അന്ന് പക്ഷികളും പൂക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പൂക്കൾ കാണുമ്പോൾ ഞാൻ വീണ്ടും അത് ഓർമ്മ വരും. ഇങ്ങനെയാണ് അലർജി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് യാതൊരു തെളിവുമില്ലാത്ത കുറേ കാര്യങ്ങൾ, പോളൻ അറിയാമല്ലോ, ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പോളൻ, ഫുഡ്, സ്മെൽ, ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ കോഷൻ ആയിട്ട് നമ്മളോട് പറയുവാണ്, നീ അന്ന് ഈ മനസ്സിൽ വേദന അനുഭവിച്ച സമയത്ത് ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഈ ഒരു ഫുഡാണ് നീ കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് വിന്റർ, ഇറ്റ് വാസ് സ്പ്രിംഗ്, ഇറ്റ് വാസ് ഫ്ലവറി സീസൺ, ഇറ്റ് വാസ് എ റെയിനി സീസൺ. അതുകൊണ്ട് അടുത്ത മഴ വരുമ്പോഴത്തേക്കും യു വിൽ ബി ഫീൽ. നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും, ഒരിക്കലും വള്ളത്തിൽ കയറി വെള്ളം നീന്തിക്കൊണ്ടിരുന്ന വള്ളം മറിയാൻ തുടങ്ങി, അതോടുകൂടി വള്ളം മറിയുമോ എന്നുള്ള പേടി. അപ്പോൾ എന്താണ്, ആ വള്ളത്തിൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വെള്ളം, ആ വെള്ളത്തോട് ഞാൻ പേടിയാന്ന് തുടങ്ങി. അപ്പോൾ പിന്നീട് വെള്ളത്തോട് പേടി, വെള്ളത്തിൽ കുളിക്കാൻ പേടി, അങ്ങനെയുള്ള രീതിയിലൊക്കെ അത് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തിട്ട് വരാൻ സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് പ്രോഗ്രാമാണ് ഈ അലർജിക് ഡിസോർഡർ മാത്രമല്ല, എല്ലാ രോഗങ്ങളും, ക്യാൻസർ ആയിക്കോട്ടെ, ഏത് സിമ്പിളായിട്ടുള്ള രോഗം, അലർജിക് ഡിസീസസ് എല്ലാം സിമ്പിളാണ്. കാരണം അത് വെറും ഫങ്ഷണലാണ്. ഇറ്റ് ഹാസ് ഗോട്ട് നോ പത്തോളജി ടു സ്റ്റാർട്ട് വിത്ത്. കുറച്ച് കഴിയുമ്പോഴാണ് ഓരോരോ രോഗത്തെ, ഓരോരോ ശരീരഭാഗത്തെ കാര്യമായി ബാധിക്കുകയും അത് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് പത്തോളജി എന്നൊക്കെയുള്ള ലെവലിലേക്ക് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അന്നേരം സ്ട്രെസ് ഉണ്ടായിരിക്കും, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഡോമിനൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അന്നേരം ഈ ഹീലാകുന്ന സമയത്ത് വാംത്, ചൂടുണ്ടാകും, അതോടുകൂടി നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ആർ ഒക്കറിങ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ദാറ്റ് സിമുലർ ടു ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഒരാൾക്ക് ചുമയുണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 22 വർഷമായിട്ടുള്ള ഒരു ബാർക്കിംഗ് കഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി ഫിയർ. ഹി ഈസ് എ മെഡിക്കൽ ഓഫീസർ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീത ഇൻ തമിഴ്നാട്, ഡോക്ടറാണ്. പക്ഷേ പുള്ളിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ആ ഫിയർ ഉണ്ടായത്. ഫാദർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ട്രാക്ക് എന്നാണ് നമ്മൾ GNM-ൽ പറഞ്ഞത്. ട്രാക്ക് ഓർ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ദാറ്റ് ഫാദറിനെ എന്നെ പേടിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഫാദറിനെ നമുക്ക് കളയാൻ പറ്റത്തില്ല. ഫാദറില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ ഫാദർ ഈസ് ആൻ എസെൻഷ്യൽ എൻവയൺമെന്റൽ ഫാക്ടർ. അപ്പോൾ ആ ഫാദറിനെ കാണുമ്പോഴല്ലേ എനിക്ക് ചുമ വരും, അല്ലെ ഫാദർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ചുമ വരും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് നമ്മൾക്ക് സിംറ്റംസിൻ്റെ ഡോമിനേഷൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ഫാദറാണ് ട്രാക്ക്, ഫാദറാണ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്. ഫാദർ അന്ന് എന്നോട് അങ്ങനെ പെരുമാറി, എന്നെ അന്ന് കാരണം കൂടാതെ ഉപദ്രവിച്ചു, കാരണം കൂടാതെ അടിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കി, ഹ്യൂമിലിയേറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആയിട്ട്. അപ്പോൾ അതേ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല.
അത് ആ സിറ്റുവേഷൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി, നമുക്ക് അതേ സിംറ്റംസ് വീണ്ടും ഉണ്ടാകും. ബിക്കോസ് ദോസ് സിംറ്റംസ് ആർ ഹീലിംഗ് സിംറ്റംസ്. ആ സിംറ്റംസ് ആണ് നമുക്ക് സഫറിങ്സ് ഉണ്ടാകുന്നത്. തുമ്മലായിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, ചുമയായിക്കോട്ടെ, എല്ലാം, ഇച്ചിങ് ആയിക്കോട്ടെ, സ്കിൻ, എല്ലാ ഇച്ചിങ്ങും എല്ലാ ചുമയും എല്ലാം ഹീലിംഗ് സിംറ്റംസിലാണ് വരുന്നത്. അതാണ് നമ്മളെ ട്രബിൾ ചെയ്യുന്നത്, നമുക്ക് ഡിസ്കംഫോർട്ട് തരുന്നത്. ഈ ഡിസ്കംഫോർട്ട് ഈസ് നോട്ട് റിയലി ഡിസ്കംഫോർട്ട്, ദേ ആർ വിത്ത് എ ഹയർ പർപ്പസ്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പെർപ്പസ് ഉണ്ട്. അതിന് ബയോളജിക്കൽ പർപ്പസ് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു ചെറിയ ഉദാഹരണം 1 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കാം. ഒരു ചെതൽ പുറ്റിൻ്റെ അകത്ത് കുറേ ചെതലുകൾ വേനൽക്കാലത്ത് വസതി കൂട്ടി, വീട് കൂട്ടി, ഭംഗിയായിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മഴ വരുന്നത്. മഴ, ആദ്യത്തെ പുതുമഴ വരുമ്പോൾ അത് നമ്മളുടെയൊക്കെ കാലിൻ്റെ ചെരുപ്പ് പോലും നനയാൻ മാത്രമുള്ള മഴയേ ഉള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡിസാസ്റ്ററാണ്, വലിയ വെള്ളപ്പൊക്കമാണ്. അതുപോലെയാണ് അവരെ സംബന്ധിച്ചത്. അതുപോലെ നമ്മുടെ ഈ കുഞ്ഞ് ജീവിതത്തിൽ, ഈ കുഞ്ഞ് ശരീരവും മനസ്സും ഒക്കെ കൂടെ കൂടുന്നിടത്ത് ഒരു വെള്ളപ്പൊക്കമോ, ഒരു ഇടിമിന്നലോ, ഒരു ഇടികുറുക്കോ പോലെ നമുക്കൊരു പനിയോ, ഒരു ഹാർട്ട് അറ്റാക്കോ, ഒരു സ്ട്രോക്കോ ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അതോടെ നമ്മൾ തീർന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർന്നു. അതാണ് പ്രകൃതി. പ്രകൃതിക്ക് നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ല. പ്രകൃതിക്ക് ഇറ്റ് ഹാസ് ഗോട്ട് എ ബിഗർ ഫ്രെയിംവർക്ക് ഓഫ് ബിഹേവിയർ. മദർ നേച്ചർ നമുക്കിട്ട് നെഗറ്റീവായിട്ടൊന്നും ചെയ്യത്തില്ല. അവിടെയാണ് നമ്മുടെ ചോദ്യം, എനിക്കിതിൻ്റെ അകത്ത് വിമുക്തമാകാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ GNM-ൽ? ഞാൻ ഇന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഹോമിയോപ്പതിയിൽ ഷുഗറിന് വല്ല പരിപാടി ഉണ്ടോ, ഷുഗറിന് വല്ല മരുന്നുണ്ടോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണ്? 8ാം ക്ലാസ് വരെയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞ് ഷുഗർ എന്തോ താഴ്ത്തേണ്ട സാധനമാണെന്ന്? ആ ചെടിയിലും ആ ഉറുമ്പിലും ആ എലിയിലും പല്ലിയിലും പാമ്പിലും എല്ലാം ഷുഗറുണ്ട്. ആകാശത്തോടെ പറക്കുന്ന ചെറിയ കിളികൾ മുതൽ വലിയ പക്ഷികൾ, അല്ലെങ്കിൽ മൃഗങ്ങൾ, മത്സ്യങ്ങൾ, വേഴാമ്പൽ, അല്ല വെള്ളത്തിലുള്ള തിമിംഗലങ്ങൾ, എല്ലാവരുടെ ശരീരത്തിലും ഷുഗറുണ്ട്. ഇത് പോയി പരിശോധിക്കുന്ന മണ്ടത്തരം ചെയ്യുന്നത് നമ്മളല്ലേ ഉള്ളൂ. രാവിലെ 7:30-ക്ക് ലാബറട്ടറി പൂക്കുന്നതിൻ്റെ ഷട്ടർ തുറക്കുന്നിടത്ത് നമ്മൾ ബ്ലഡ് കുത്താനായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ഷുഗർ എത്രയാണ്, ഇന്നലത്തെ ഇത്രയായിരുന്നു, അതിനേക്കാളും ലേശങ്ങൾ കുറഞ്ഞോന്നറിയാനായിട്ട് ക്യൂ നിൽക്കുന്ന നമ്മളെ പോലെയുള്ള വിഡ്ഢികളേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ പരിശോധനകൾ നടത്തുന്ന, നമ്മുടെ ഉള്ളിലുള്ള എല്ലാം അറിയണം പോലും. ഇന്ന് എനിക്ക് ഇത് കുറച്ച് ദൂരെ ഒരാൾ പറഞ്ഞ് ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ ബ്ലോക്കേജ് വരും. അതുപോലെ എന്തിനാ നിങ്ങൾ ട്രൈഗ്ലിസറൈഡ്? അതുപോലെ ആയിരക്കണക്കിനുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ ഓരോ നിമിഷവും നടക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് പറയിടാകുന്നത്? ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന മദർ നേച്ചർ നോസ് ഹൗ മച്ച് ഷുഡ് ബി യുവർ കൊളസ്ട്രോൾ, ഹൗ മച്ച് ഷുഡ് ബി യുവർ PSA, ഹൗ മച്ച് ഷുഡ് ബി യുവർ SGOT, SGP. ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. മരിക്കും, നമ്മളൊരു ദിവസം മരിക്കും. അത് ദൈവം തീരുമാനിച്ച സമയത്ത് മരിക്കട്ടെ, ഡോക്ടർമാർ തീരുമാനിച്ച സമയത്തല്ല. അപ്പം നമുക്ക് നമ്മുടെ ജീവനെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവുണ്ടാകട്ടെ. അപ്പോൾ ഞാൻ അവിടെ കുറച്ചുകൂടെ സ്പീഡിൽ പോകണം, കാരണം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ സമയം ഒത്തിരിയായി. അതുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്ന അലർജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹേ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്മൽ, അലർജിക്ക് റൈനൈറ്റിസ് എന്നൊക്കെ മെഡിക്കൽ പറയുന്നത് തുമ്മൽ അലർജി. അത് പോളനും ഡസ്റ്റും ഒക്കെ അലർജി ആയിട്ടാണ് പറയുന്നത്. അതിന്റെ കാരണം സ്മെൽ അലർജിയാണ്, സ്മെൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റിങ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് എവർ ഈസ് ഓക്കെ ഫോർ മൈ നോസ് ഐ വിൽ നോട്ട് സ്നീസ്, വാട്ട് എവർ ഈസ് നോട്ട് ഓക്കെ ഐ വിൽ സ്നീസ്. സ്നീസിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മണം, സ്റ്റിങ്ക് ആണ്, ഇറ്റ് സ്റ്റിങ്സ് മീ. അത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എൻ്റെ നോസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എനിക്കത് ഇഷ്ടമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നല്ല പായസം അടുക്കളയിലുണ്ടാക്കി നമ്മളാരും തുമ്മത്തില്ല. അതേസമയം നല്ല കുത്തം മുളക് ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തുമ്മും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സ്പൈസി ആണെന്നുള്ളത് നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ എല്ലാ കോൺഫ്ലിക്റ്റുകളും, എസ്പെഷ്യലി നമ്മുടെ ഔട്ടർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നതിലാണ്, അല്ലാതെ എൻഡോഡേം കൺട്രോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസിലല്ല അത് വരുന്നത്. പെരിഫറൽ ആയിട്ടുള്ള ബ്രെയിനിൽ എക്ടോഡേം കൺട്രോൾഡ് ടിഷ്യൂസ്, സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന ടിഷ്യൂസിലാണ് അത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് മോസ്റ്റ് കോമൺ തിങ്സ് ആർ സ്മെൽ കോൺഫ്ലിക്റ്റ്, സ്റ്റിങ്ക് കോൺഫ്ലിക്റ്റ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അത് ഇച്ചിങ് ഉണ്ടാക്കുന്നതാണ്. അതും ഇന്ന് ടെക്സസിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഡോട്ടർക്ക് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ആ ഡോക്ടറെ.
ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചതാണ് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആ പേരൊക്കെ അങ്ങ് മാറ്റൂ, ഡെർമറ്റൈറ്റിസ് എന്നുള്ളത് മാറ്റിയത്. ആ കുട്ടി ചൊറിയുന്നു, അത്രേ ഉള്ളൂ. ചൊറിയണം, നമുക്ക് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ശരിയാ ഡോക്ടറെ, ദർ വാസ് എ വെരി വെരി ഫിയേഴ്സ് അല്ലെങ്കിൽ വെരി സീരിയസ് ആയിട്ടുള്ള സെപ്പറേഷൻ സംഭവിച്ചായിരുന്നു ആ കുഞ്ഞ് ജനിച്ചപ്പോൾ, കുഞ്ഞ് പിന്നെ കൊണ്ട് അമേരിക്കയിലേക്ക് പോയപ്പോൾ എന്നൊക്കെ. ആ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ബ്രോങ്കിയൽ ആസ്തമ ഒരു അലർജി ആണെന്നാണ് അലോപ്പതിക്കാർ പറയുന്നത്. ബ്രോങ്കിയൽ ആസ്തമ എന്ന് പറയുന്നത് GHKയില് ബ്രോങ്കിയൽ ആസ്തമ കോൺസ്റ്റലേഷൻ എന്നാണ്. കോൺസ്റ്റലേഷൻ മീൻസ് വെൻ ദർ ആർ മോർ ദാൻ 2 കോൺഫ്ലിക്ട് അല്ലെ മോർ ദാൻ 1 കോൺഫ്ലിക്ട് ഉള്ളപ്പോഴാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ, ഇൻഹേലേഷൻ ആൻഡ് എക്സലേഷൻ, ഇത് രണ്ടും കൂടെ ഒരു സീസോ ലൈക്ക് ആക്ഷനാണ് നടക്കുന്നത്. അത് നമ്മുടെ ഫയറിങ്സും ലാരിങ്സും കൂടെയുള്ള ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ്റെ മെക്കാനിസത്തിലാണ്. അതെല്ലാം ബ്രെയിൻ കൺട്രോൾഡാണ്, അതെല്ലാം മൈൻഡ് കൺട്രോൾഡാണ്. സോ വെൻ മൈൻഡ് ഹാസ് ഗോട്ട് എ കോസേഷൻ ഫോർ ദാറ്റ് കോൺഫ്ലിക്ട്, അത് ടെറിട്ടോറിയൽ ഫിയർ എന്നാണ് പറയുന്നത്. ഒരു ടെറിട്ടോറിയൽ ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ വിൽ ബി ഷട്ട് ഡൗൺ. പിന്നെ വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഫിയർ ഉണ്ടായാൽ ദി അതർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ വിൽ ബി ഷട്ട് ഡൗൺ. ഒരു പേടി 2 ഉണ്ടായെന്ന് വെച്ച് തീരാനുള്ളതല്ല, പക്ഷെ ചിലപ്പോൾ തീർന്നെന്നും ഇരിക്കും. കോവിഡ് ആണ് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ICUവിൽ കിടക്കുമ്പോഴത്തേക്ക് അടുത്ത ഫിയർ വരും. എനിക്ക് അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഭാര്യയെ കാണാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ അടുത്ത പനിയും പേടിയും വരും. അപ്പോഴത്തേക്കും പേടി കൂടുമ്പോഴത്തോറും നമ്മുടെ ഈ ചേഞ്ചസ് എല്ലാം വരും, നമ്മൾ മരിച്ചു പോകും. അങ്ങനെയാണ് മരണമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഫിയർ വരും. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു ഉദാഹരണം പറയാം. ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പലർക്കും അറിയത്തില്ല. ബ്രോങ്കിയൽ ആസ്മയ്ക്ക് നമുക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പറയും. അതിനെക്കുറിച്ച് ലേണിംഗ് GNMൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു കുട്ടി പുറത്തൂടെ കളിച്ച് നടന്നപ്പോൾ ഒരു കറുത്ത പട്ടി വന്ന് ചാടി ഈ കുട്ടിയുടെ മേലെ വന്നു. കുട്ടി അന്ന് രാത്രി പനി ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് കിടന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുമച്ചു, അല്ലാതെ രാത്രി ഭയപ്പെട്ടു എന്നാണ് അർത്ഥം. അതിന് ടെറിട്ടോറിയൽ ഫിയർ എന്ന് പറയും. രണ്ടാമത്തെ ദിവസം ആ കുട്ടി ഗാർഡനിൽ കൂടെ നടക്കുമ്പോൾ കറുത്ത പട്ടിയല്ല, പക്ഷെ വേറൊരു പട്ടി വന്നു. അപ്പോൾ ഈ കറുത്ത പട്ടിയുടെ മനസ്സിലുള്ള ഓർമ്മകൾ അവിടെ കിടക്കുന്നത് കൊണ്ട് ഈ കറുത്തതല്ലാത്ത ഒരു പട്ടി വന്നപ്പോഴും ആ കുട്ടി പേടിച്ചു. അപ്പോഴും പനി വന്നു, ആശുപത്രി പോയി, അല്ലെ ശ്വാസം മുട്ടൽ വന്നു, ചുമ വന്നു, ആശുപത്രി പോയി. അപ്പോൾ എന്താ ഇന്ന് സംഭവിച്ചത്? ഒരു പട്ടിയെ കണ്ടിരുന്നു. അപ്പോൾ പട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു അലർജി ആയിട്ട് മാറി. പിന്നെ അവർ പട്ടിയെ കാണുന്നത് ഓക്കെ, പട്ടി വീട്ടിൽ വളർത്തിയാൽ ഉണ്ടാകുന്ന ഫേർ, അതിൻ്റെ രോമങ്ങൾ അലർജിയാണെന്ന് പറയും. ഒരു അലർജിയിൽ ചെന്ന് നിർത്തിയാലേ അവർക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഒരു ദിവസം ഫസ്റ്റ് ഫ്ലോറിൽ ഫാദറിൻ്റെ മുറിയുണ്ട്. ഫാദർ ഒരു പെയിൻറ്ററാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അപ്പൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോഗിൻ്റെ പടമാണ്. അപ്പോൾ ഈ കുട്ടി വീണ്ടും പേടിച്ചു. കാരണം പട്ടിയെക്കുറിച്ചുള്ള പേടി കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോയില്ല. അപ്പോൾ ഈ ഫിഗർ കണ്ടപ്പോഴത്തേക്കും കുട്ടി വീണ്ടും പഠിച്ചു. പേടി തുടങ്ങിയത് പട്ടിയെക്കുറിച്ചാണ്. പക്ഷെ വീട്ടിൽ പനിയായിട്ട് ചുമയായിട്ട് കിടന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു, ഇന്ന് എന്താ സംഭവിച്ചത്? അതെ, ഇന്ന് ഫാദർ പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ആൾക്ക് പെയിന്റ് അലർജി ആയിട്ട് അത് മാറി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അന്ന് മുതൽ അയാൾ പെയിന്റ് അലർജിയാണ്. എനിക്ക് പെയിന്റ് അടിക്കുന്നത് പോകാൻ പറ്റത്തില്ല, ഞാൻ ശ്വാസം മുട്ടും. ഐ ഗോട്ട് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ ഗാർഡനിൽ കൂടെ നടക്കുന്ന കുട്ടി സപ്പോസ് ഈ ഇതുണ്ടല്ലോ പീനട്ട്സോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് കുറച്ചുകൊണ്ടാണ് നടന്നിരുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ റോഡിൽ കൂടെ ഒരു പട്ടിയെ കണ്ടു. കൊച്ചു വീണ്ടും പേടിച്ചു, ചുമച്ചു, ശ്വാസം മുട്ടലായി, ആശുപത്രിയെ കൊണ്ട്. അപ്പോൾ എന്താ ഇന്ന് പ്രത്യേകിച്ച് എന്താ കഴിച്ചത്? ഇന്ന് അവൻ കടല കുറിച്ചായിരുന്നു. അപ്പോൾ എന്താണ്, ആ കുട്ടിയെ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു, ഹി ഈസ് അലർജിക് ടു പീനട്ട്സ് ഓർ അലർജിക് ടു കാഷ്യൂ നട്ട്സ്. അന്ന് മുതൽ ആ കുട്ടിക്ക് ഒരു പീനട്ട്സും കഴിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഹി ഈസ് അലർജിക് ടു പീനട്ട്സ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയാണ് ശ്വാസം മുട്ടൽ. ഒന്നിൽ കൂടുതൽ ഭയം, പട്ടിയുടെ ഭയം അവിടെ കിടക്കുന്നു, അത് പോയിട്ടില്ല, എടുത്തു കളഞ്ഞിട്ടില്ല. പട്ടികൾ ഈ ലോകത്തിലെല്ലാം ഉള്ളതാണ്. മോനെ കടിച്ചില്ലല്ലോ. കടിക്കുന്നത് മാത്രമല്ല, പട്ടി വളർത്തുന്ന പട്ടികൾ നല്ല പട്ടികളാണ്, നല്ല പട്ടികളുണ്ട്. മനുഷ്യരെ പോലെ തന്നെ എല്ലാവരും നല്ലവരല്ല, എല്ലാവരും ചീത്തയുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ പേടി മാറ്റുന്നതിന് പകരം നമ്മളത് പെയിന്റ് അലർജി ആയിട്ട് മാറ്റി, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ പീനട്ട്സ് അലർജി ആയിട്ട് മാറ്റി. അപ്പോൾ അലർജിയാണ് ആസ്തമ അല്ല. അതുമായിട്ട് ഇങ്ങനെ ഓരോ അലർജിയെ നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഒരു ടെറിട്ടോറിയൽ ഫിയർ ഉണ്ടാവണം, ചുമ വരണമെങ്കിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവണം, ഐഡന്റിറ്റി കോൺഫ്ലിക്ട്സ് ഉണ്ടാവണം. ഫുഡ് അലർജിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് GHK ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ്. അതൊരു പർട്ടിക്കുലർ ഐറ്റം ഓഫ് ഫുഡ് ആകാം. ഞാൻ നേരത്തെ ഈച്ചയുടെ കാര്യം പറഞ്ഞ പോലെ അതെങ്ങനെയാണ് പാൽ അലർജി ആയിട്ട് മാറിയതെന്നുള്ളത് പോലെ തന്നെ എല്ലാ ഫുഡ് അലർജി അങ്ങനെയാണ്.
ഏതോ ഒരു സമയത്ത് മനസ്സ് വിഷമിപ്പിച്ചിരുന്ന ഒരു സമയത്ത് ഈ പർട്ടിക്കുലർ ഐറ്റം ഓഫ് ഫുഡ് കഴിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് തമ്മിലുള്ള ബന്ധം. ഇതുപോലെ തന്നെയാണ് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞാൽ ഓരോന്നിനും കേസുകൾ പറയാം. എനിക്കൊരു 100 കേസുകൾ അവതരിപ്പിക്കാൻ പറ്റും. ഓരോ കേസും എടുത്ത് വിശദമായിട്ട് പഠിപ്പിക്കുന്ന മേഖലയല്ല ഇത്, അതല്ല ഈ പ്ലാറ്റ്ഫോം. അത് ഞങ്ങൾ GHK ഫോർ ഹോമിയോപ്പസ് എന്നുള്ള വേദിയിലും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളും നടക്കുന്ന വേദികളിലും നിങ്ങളെ ക്ഷണിക്കുന്നു. അവിടെ വന്നാൽ നമുക്കിത് വിശദമായിട്ട് പഠിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. ഗ്ലോബൽ GHK ഫൗണ്ടേഷന്റെ അഡ്രസ്സും ഒക്കെ ഞാൻ ഇന്ന് ചാറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് പോകാം, എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണലി. ഐ വിൽ ഹെൽപ്പ് യു ടു ബിക്കം എ മെമ്പർ. എല്ലാ മെമ്പേഴ്സും പെയ്ഡ് ആവണമെന്നില്ല. പെയ്ഡ് മെമ്പേഴ്സ് ഫോർ അഡ്വാൻസ്ഡ് ലേണിംഗ്, അതിന് മാത്രം വെരി നോമിനലായിട്ട് ഒരു വർഷത്തേക്ക് 2000 രൂപ. നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ക്ലാസ് നടത്തുന്ന ഒരു സംഘടനയില്ല, ഒരു പ്രസ്ഥാനമില്ല. അതുകൊണ്ട് ഒരു വർഷത്തേക്കാണ് ഞങ്ങൾ 2000 രൂപ വാങ്ങുന്നത്. ഓൺലി ഫോർ ദി ടെക്നിക്കൽ എക്സ്പെൻസസ്. അതിന് GST ഉൾപ്പെടെ 2360 രൂപ. അത് കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ട്രാക്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ DHS ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലിക്റ്റ് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ, ട്രിഗർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സറൗണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അത് ഒരു ക്ലൈമറ്റ് ആവാം, ഒരു പേഴ്സൺ ആവാം, ഒരു അറ്റ്മോസ്ഫിയർ ആവാം, ഏതെങ്കിലും പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആകാം, ഫുഡ് ആവാം. അത് പിന്നീട് വരുമ്പോൾ അത് നമ്മളുടെ അതേ പ്രോഗ്രാം വീണ്ടും അതേ ട്രാക്കിലൂടെ റൺ ചെയ്യുന്നു. അതിനാണ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ട്രാക്സ് എന്ന് പറയുന്നത്. ആൻഡ് GHK പഠിച്ച ഒരാൾക്ക് എന്താണ് നമ്മുടെ ക്രോണിസിറ്റി അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് എന്ന് ഹോമിയോപ്പതി ഡോക്ടർമാർ വളരെ വിശദമായിട്ട് പഠിച്ചതിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും ഇവിടെ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച മയാസം ഇല്ലാതെയാകുന്നില്ല, സസെപ്റ്റബിലിറ്റി ഇല്ലാതെയാകുന്നില്ല, ഇൻഡിവിജ്വലൈസേഷൻ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തുകൊണ്ട് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ റിയാക്റ്റഡ് ഇൻ ദാറ്റ് എക്സാജറേറ്റഡ് മാനർ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സോ കോൾഡ് അലർജി എന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെൻസിറ്റിവിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രാക്സ് ആർ സെൻസറി ഇംപ്രിന്റ്സ്. അത് സൈറ്റ്സ് ആകാം, സ്മെൽസ് ആകാം, സൗണ്ട് ആകാം, linked to the original conflict. Future exposure to the same tracks triggers symptoms even without a conflict. So desensitization only works if the original conflict is resolved and the track re-established or neutralized. GHK എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? GHK കൈകാര്യം ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പഠിപ്പിക്കുന്നു. ഐഡന്റിറ്റി ആൻഡ് ബിക്കം കോൺഷ്യസ് ഓഫ് ദി ഒറിജിനൽ DHS ആൻഡ് ഇറ്റ് ട്രാക്സ്. അപ്പൊ ട്രാക്സ്, ഇത് കാരണം കൊണ്ടാണ് ഈ ഫാദറിനെ കാണുമ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നത്, അല്ലെങ്കിൽ ഈ ഫാദറിനെ കാണുമ്പോഴാണ് എനിക്ക് ചുമ വരുന്നത്. ഇപ്പൊ ഫാദർ ഇല്ലല്ലോ, ഫാദർ കിലോമീറ്റേഴ്സ് എവേ ആണ് പുള്ളിയുള്ളത്. ഇപ്പോൾ പിന്നെ നിങ്ങൾ പക്ഷെ ആ മെമ്മറീസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു പോയിട്ടില്ല. ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. ഫാദർ അല്ലേ, ഹി ഹാസ് ഗോട്ട് റൈറ്റ് ടു സ്കോൾഡ് യു, പണിഷ് യു. അതിനെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ വലിയ സംഭവമായിട്ട് എടുക്കുന്നു. ഇല്ല, ഇപ്പൊ ഞാൻ മറന്നു, അതൊക്കെ വിട്ടു, ഞാനിപ്പോ ഒന്നിനും പോകാറില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഒന്നിനും പോകാറില്ല. നിങ്ങൾ അച്ഛനുമായിട്ട് സംസാരിക്കണം, നിങ്ങൾ അച്ഛനോട് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ അച്ഛനെ കാണാനായിട്ട് ഒരു ഹോളിഡേയ്സിൽ പോകണം, മക്കളെയും കൊച്ചുമക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അച്ഛനോട് യാതൊരു വിധത്തിലുള്ള റിമോഴ്സ് ആയാലും അല്ലെങ്കിൽ ഗ്രഡ്ജ് ആയാലും ഇതൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തണം. അപ്പം അച്ഛൻ്റെ ആശീർവാദം കിട്ടും, അച്ഛൻ്റെ സന്തോഷമാകും. ആ പ്രോഗ്രാം ഈസ് റിസോൾവ്. അങ്ങനെയാണ് GNM പറയുന്നത്. അതിന് GHK തെറാപ്പി എന്ന് പറയും, അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറയും. റെസൊല്യൂഷൻ ഹാസ് ഗോട്ട് ഓഫ് കോഴ്സ് 2 parts. അത് ഞാൻ വീണ്ടും എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് 2 aspects. One is the psychic resolution and above and all, most importantly, spiritual resolution. കാരണം എൻ്റെ അടുത്ത് വരുന്ന ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് ദി പേഷ്യൻസും റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ബിക്കോസ് ദെയർ സ്പിരിച്വാലിറ്റി ഈസ് 0 or nil. കാരണം അതുകൊണ്ട് അതിൻ്റെ അപ്പുറം ഇപ്പോൾ ഒരു മകളുമായിട്ടാണ് ഒരു പ്രശ്നം, അല്ലെ മകനുമായിട്ടാണ്, അച്ഛനുമായിട്ടാണ്, അമ്മയായിട്ടാണ്. ഇല്ല, ഞാൻ അമ്മയെ വിട്ടു ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ നിന്ന്. വിടാൻ പാടില്ല. കാരണം നിങ്ങൾ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് നിങ്ങളുടെ മദർ കാരണമാണ്. നിങ്ങളൊരു ഹാൻസം ആയിരിക്കും നിങ്ങളുടെ അച്ഛൻ്റെ ഹാൻസം അല്ല ഇതുകൊണ്ടാണ്. ഈ അച്ഛൻ്റെ മകനാകാനായിട്ട് നിങ്ങളെ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അത് ഗോഡാണ് എന്ന് പറയുമ്പോൾ, ഗോഡ് എന്ന് പറയണ്ട, ഭയങ്കര ഈഗോട്ടിസ്റ്റിക് ആയിട്ടുള്ള ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതാണ്. ഇതെന്തിനാ ഇത് പറയുന്നത്? നമ്മൾ അവരുടെ വിശ്വാസം മരണം എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് ലൈക്ക് സ്ട്രീറ്റ് ഡോഗ്സ്, സ്ട്രേ ഡോഗ്സ് ഇല്ലേ, മരിച്ചു പോകുന്നത്. അതുപോലെ നമ്മളൊരു ദിവസം മരിക്കും. എന്ത് ആത്മാവ്, എന്ത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആണ്, കോൺട്രവേഴ്സ്യലാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സിംറ്റത്തിനെ ഫിയർലെസ് ആകുക, അതായത് അതിനെക്കുറിച്ച് പേടിക്കാതില്ല. സിംറ്റം ഹാസ് ഗോട്ട് എ പർപ്പസ് ആൻഡ് എവറി സിംറ്റം ഹാസ് ഗോട്ട് എ ബയോളജിക്കൽ പർപ്പസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വൈ ദിസ് സിംറ്റം ഫോർ മീ?
എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ലാബറട്ടറിയിൽ പോയി നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. യെസ്, ഐ ഫീൽ എല്ലാം ഫിസിക്കലി ബൗണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണം ഇതാണ്, ട്രൈഗ്ലിസറൈഡാണ്, കൊളസ്ട്രോൾ വേണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല, വീണ്ടും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അഷേംഡായിട്ട് തോന്നും. നിങ്ങൾ എന്താ വിശക്കുന്നുണ്ടോയെന്ന് അന്വേഷിക്കുക, ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്ന് അന്വേഷിക്കുക, മലം പോകുന്നുണ്ടോയെന്ന് അന്വേഷിക്കുക, ദാഹമുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, മൂത്രം പോകുന്നുണ്ടോ, ചെറുപ്പകാലത്ത് സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ടോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സോ ദാറ്റ് ഈസ് ബയോളജിക്കൽ ലിവിങ്. അതിലേക്കാണ് ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള നമ്മുടെ ട്രാൻസ്ഫോർമേഷനും ആക്ടിവിറ്റീസും ഒക്കെ ഗെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നടക്കുന്നത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം, ബിക്കോസ് നമുക്കൊരു 40 ഡോക്ടേഴ്സ് അല്ല, 40 people from all over the world are members of our faculty, teaching faculty, Global GSK faculty. Fortunately, thank God, we have got already 26 very senior, very experienced doctors from India who are making use of GHK in their practice. അവരെ കൊണ്ട് നമ്മൾ ഈ 26 പീപ്പിളിനെ ആയിരിക്കണം. They are starting their class from 13th of August. I am again inviting all of you for that. ഇനി ഇത് തമ്മിൽ ഈ അലോപ്പതിയും എന്ന് പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ GHK തമ്മിൽ ഈ അലർജിക് ഡിസീസിനോടുള്ള ഡിസോർഡേഴ്സ്, സോകോൾഡ് ഡിസോർഡേഴ്സിനുള്ള അപ്രോച്ചിൽ എന്താണ് ഡിഫറൻസ്? മെയിൻ ഡിഫറൻസ് എന്താണ്? ബിക്കോസ് വൺ ഈസ് ഇറ്റ്സ് ആസ്പെക്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. GHK സംബന്ധിച്ച് ഇറ്റ് ഈസ് ഇമോഷണൽ കോസ്, അല്ലെങ്കിൽ അത് ട്രാക്സ് ആണ് അതിനെ കണ്ടിന്യൂ ചെയ്യുന്നത്, ട്രാക്സ് അല്ലെങ്കിൽ ഹാങ്ങിങ് കോൺഫ്ലിക്ട്. വേറാസ് അലോപ്പതി സേസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഡെഫിഷ്യൻസി ഓർ സം റാൻഡം സെൻസിറ്റൈസേഷൻ ഓർ ഇമ്മ്യൂൺ ചേഞ്ചസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പൊ എന്താണ് സൊല്യൂഷൻ ഫോർ അസ് GHK പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ച്? ഇറ്റ് ഈസ് ഓൾ കംപ്ലീറ്റ്ലി ഔട്ട് ഓർ ബൈ റിസോൾവിങ് ദി കോൺഫ്ലിക്ട്സ്. അതേസമയം അവർക്ക് അങ്ങനെയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റിറോയിഡ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡ്സ് ചെയ്യും, അല്ലെങ്കിൽ അത് സിംറ്റം സപ്രഷനാണ്. ചൊറിച്ചിലുണ്ട്, ചൊറിച്ചിലിനുള്ള മരുന്ന് കൊടുത്തു, മൂക്കിൽ അലർജിക്കുള്ള മരുന്ന് കൊടുത്തു, അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് ഉണ്ടാകും, അത് നിൽക്കാനുള്ള മരുന്ന് കൊടുത്തു, വയറ് ഡയറിയ സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തു, അസിഡിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ ആൻറ്റാസിഡ്സ് കൊടുത്തു. ഈ ഒരു സപ്രഷൻ ഓഫ് സിംറ്റംസ് ആണ് ദ റിയൽ മീനിങ്ങിൽ കൺവെൻഷണൽ മെഡിസിൻ ചെയ്യുന്നത്. അപ്പോൾ GHK സംബന്ധിച്ച് അലർജി എന്ന് പറയുന്നത് എ മീനിങ് ഹീലിംഗ് പ്രോഗ്രാമാണ്. മീനിങ് പ്രോഗ്രാം. ഇറ്റ് ഹാസ് ഗോട്ട് എ മീനിങ്. ആ ബയോളജിക്കൽ മീനിങ് മറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോയി. അവരെ സംബന്ധിച്ചുള്ള എവരി സിംപ്റ്റം ഇസ് എ ഹാർംഫുൾ പത്തോളജി. ഓക്കെ, കേസ് സ്റ്റഡീസ് വളരെ വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് പെട്ടെന്ന് ഒരു ഡീറ്റെയിൽഡ് ആണ് ഒരു കേസ് മതി. ഐ ക്യാൻ സ്പെൻഡ് ദി ഹോൾ 1 hour വിത്ത് വൺ കേസ്. എൻ്റെ ടീച്ചർ, നിങ്ങൾ പലർക്കും അറിയുന്ന പോലെ കാരോളിൻ മക്കോൽ, പുള്ളിക്കാരത്തിയുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, learninggmm.com. അത് നിങ്ങൾ വായിച്ചേ വരാവൂ, അല്ലെങ്കിൽ സാധിക്കുമ്പോഴെല്ലാം അത് വായിക്കുക. ഇപ്പോൾ learninggmm-ന്റെ ഓതർ അല്ലെങ്കിൽ എൻ്റെ GHK ടീച്ചർ കാരോളിൻ പറഞ്ഞൊരു കേസുണ്ട്. വെൻ ഷി വാസ് യങ്, നൗ ഷീ ഈസ് നോട്ട് ഹാവിങ് എ സ്റ്റഡി മാരീഡ് ലൈഫ് അല്ല ഇപ്പോഴുള്ളത്. When she was young, she had a boyfriend. Both of them were in a restaurant. They have ordered for night food, dinner, and the main item was a big lobster. ഇതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് പകുതി തുടങ്ങിയപ്പോഴത്തേക്കും ബോയ് ഫ്രണ്ട് പറഞ്ഞു, കാരോളിൻ, ഐ ആം വെരി സോറി ടു ടെൽ യു ദാറ്റ് അവർ റിലേഷൻഷിപ്പ് വോണ്ട് വർക്ക്. അതുകൊണ്ട് നമുക്കിതിവിടെ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അവൾ ആ കഴിച്ച സാധനങ്ങൾ മുഴുവൻ ചതിച്ചു, ഉടനെ ടോയ്ലറ്റിലേക്ക് പോയി, അവൾക്ക് വോമിറ്റ് ചെയ്തു. അങ്ങനെ അതിനുശേഷം അവൾ ഈ ഇത്രയും വർഷം GNM പഠിക്കുന്നത് വരെ ലോബ്സ്റ്റർ പോയിട്ട്, പ്രോൺസ് പോയിട്ട്, എനി സീ ഫുഡ്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അലർജിയാണ്. ദാറ്റ് ഈസ് എനിക്ക് ഒരു കേസ് അങ്ങനെ തന്നെ എനിക്ക് പറയാനുണ്ട്. അതെൻ്റെ കേസാണ്. അത് പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് ഒരു കേസും കൂടെ പറയാം. അദ്ദേഹത്തിൻ്റെ കാരോളിൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു ലേഡി, നൗ ഷീസ് സം 40 years ബാക്ക് എന്നാണ് പറയുന്നത്. സോ 50s ആയിരിക്കും. 50 വർഷമുള്ള ഒരു ലേഡി വന്നിരുന്നിട്ട് പുള്ളിക്കാർക്ക് പറഞ്ഞു, ഐ കനോട്ട് ഈറ്റ് വാൾനട്ട്സ്. വാൾനട്ട്സ് അറിയാമല്ലോ, ഇവിടെ നമുക്ക് പോപ്പുലർ അല്ലെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ കിട്ടുന്നതാണ്. ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് കഴിച്ചാൽ എനിക്ക് ഇവിടെ എല്ലാം പുകയും, ഇവിടെ ചൊറിച്ചിൽ വരും, ഛർദ്ദിക്കും, വയറ്റിൽ ഗ്യാസ് വരും.
അപ്പം GNM പഠിച്ചപ്പോഴത്തേക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ കേസ് കാരോളിൻ എടുത്തപ്പോൾ ചോദിച്ചു എന്ന് മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു നറേഷൻ പറഞ്ഞു, ഒരു ഹിസ്റ്ററി പറഞ്ഞു. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ഹാഡ് എ സിസ്റ്റർ, ബോത്ത് ഓഫ് us were collecting the walnut fruits ഫ്രം ദി നെയ്ബർഹുഡ്. അപ്പം അയൽവക്കത്തെ മതിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു വാൾനട്ട് ട്രീ ഉണ്ട്. അതിങ്ങനെ ഫ്രൂട്ട്സ് താഴെ, എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ പരിചയമില്ല, വാൾനട്ട്സ് കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുക എന്നുള്ള ഇവരുടെ ഒരു ഹോബിയായിരുന്നു. ഇവർ രാവിലെ ചെന്നിട്ട് ഇത് ഫ്രൂട്ട്സ് വിളക്കും. പക്ഷേ ഈ കുട്ടികളുടെ അമ്മയും നെയ്ബർഹുഡിലുള്ള ലേഡിയും തമ്മിൽ ബദ്ധശത്രുക്കളായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നും അവരുടെ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് വീഴുന്ന വാൾനട്ട്സ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും അടി കിട്ടുന്ന പ്രശ്നം. ഇവർക്കത് ഇഷ്ടമായിരുന്നു, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, ഇവർ പോയി അത് പൊട്ടിച്ച് തിന്നും എന്നൊക്കെയാണ് കഥ പറയുന്നത്. ഈ ക്ലാസ് കൂടി അന്ന് വൈകുന്നേരം ഇവർ ഷോപ്പിൽ പോയിട്ട് ഈ വാൾനട്ട്സ് മേടിച്ചു, അവർ കഴിച്ചു. ഒരു ചെറിയൊരു ഇറിറ്റേഷനാണ് ഉണ്ടായി. സെക്കൻഡ് ഡേ ഓൺവേഴ്സ് ഷീ കുഡ് ഈറ്റ് ഇറ്റ് വെൽ. അപ്പം അതെങ്ങനെ റിസോൾവ് ചെയ്യണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞ രണ്ടാമത്തെ കേസ്, അലർജി. ഇതുപോലെ ഞാൻ GSK പഠിച്ചു തുടങ്ങിയ ആദ്യകാലത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കല്ലുമ്മക്ക മലബാറിൽ പറയുന്നതാണ്. മസൽസ് എന്ന് പറയും, കക്ക, ചെറിയ കക്കയല്ല, വലിയ കക്ക, അതിൻ്റെ ഇറച്ചി. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, മസൽസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ ഇതിൻ്റെ അലർജി കൊണ്ടാണ് എൻ്റെ അടുത്തൊരു ലേഡി വരുന്നത്. ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദി വരും. ഇത് മാത്രമല്ല, ഒരു സീ ഫുഡ്സും കഴിക്കാൻ പറ്റില്ല, ഫിഷ് പറ്റില്ല, പ്രോൺസ് പറ്റത്തില്ലൊന്നും. അപ്പോൾ അത് ചോദിച്ചു വന്നപ്പോഴത്തേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിൽ ഇവർ വേറൊരു കല്യാണ പാർട്ടി ഹസ്ബൻഡും വൈഫും കൂടെ പോയി. കല്യാണ പാർട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ നോക്കിയിട്ട് കണ്ടില്ല, ഹസ്ബൻഡ് വൈഫിനെ നോക്കിയപ്പോൾ കണ്ടില്ല. കാരണം വൈഫ് വേറൊരു ചെറുപ്പക്കാരൻ്റെ കുടയ്ക്കകത്ത് കയറി വീട്ടിലേക്ക് വരുവാണ് ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. കല്യാണം കഴിച്ചതേ ഉള്ളൂ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ അവള് എൻ്റെ പെണ്ണാണെന്ന്. എന്തിനാണ് ആ കുടയ്ക്കകത്ത് കയറിയതെന്നാണ് ഇയാളുടെ മനസ്സ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അവനെ വിട്ടിട്ട് എൻ്റെ അടുത്ത് വരുമെന്നാണ് ഇയാൾ വിചാരിച്ചത്. ഇയാൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും ആരാടി നീ ആരുടെ കുടയ്ക്കകത്താണ് കയറിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അയാൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇവള് പറയാൻ ശ്രമിച്ചു, അയ്യോ ചേട്ടൻ അറിയത്തില്ലേ, അതെൻ്റെ കസിൻ ബ്രദറാണ്, കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നിനക്കത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം കഴിച്ചോണ്ട് കെട്ടിയവൻ്റെ കുടയ്ക്കകത്താണ് നീ കയറേണ്ട, അല്ലാതെ വല്ലവൻ്റെയും കുടയ്ക്കകത്തല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ കുറച്ച് കറി വെക്കാനായിട്ട് വെച്ചിരുന്ന കല്ലുമ്മക്ക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനം നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. ഇവളെ തല്ലുകയും ചെയ്തു. തല്ലി ബോധം കെടുക മീൻസ് അവിടെ താഴെ ഇട്ടു. അന്നു മുതൽ അവൾക്ക് ഈ സാധനം കഴിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, അവൾക്ക് ഈ പറയുന്ന യാതൊരു സീ ഫുഡ്സും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് ക്രമേണ അത് ഇത്രയും വർഷം, എനിക്ക് കുറേ വർഷം അനുഭവിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്. ഐ കുഡ് ഈസിലി, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് ആൻ അലർജി കേസ്. അങ്ങനെ ധാരാളം എനിക്ക് പറയാനുണ്ട്. മിൽക്ക് അലർജിയുടെ കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞു. എനിക്ക് വിശാഖപട്ടണത്ത് നിന്നൊരു പേഷ്യൻ്റ്, ഹി വാസ് എ മുസ്ലിം, ബട്ട് ഹി വാസ് എൻ എക്സിക്യൂട്ടീവ് ഇൻ വൺ ഓഫ് ദി ബിഗ് കമ്പനീസ്. അപ്പോൾ അവിടെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ ഇത് ആദ്യമേ കഥ പറഞ്ഞാൽ ശരിയാകും, കഥ പറയാൻ ഞാൻ വളരെ പൂറാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്നത് AC അലർജിയാണ്. ഡോക്ടറെ AC ഒന്ന് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. ഇതൊന്ന് ഓഫ് ചെയ്യാമോ ഡോക്ടർ? അതിൻ്റെ കാരണം എനിക്ക് AC ഇരുന്ന് ശ്വാസം മുട്ടും, അതാണ് കാരണം. അപ്പം ഞാൻ ചോദിച്ചു ഒരു 10 വർഷത്തെ കഥ പറയാം. 10 വർഷത്തിന് മുമ്പ് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. 10 വർഷം കൊണ്ട് ഞാൻ സിനിമാ തിയേറ്ററിൽ പോകാറില്ല, ഒരു AC കാറിൻ്റെ അകത്ത് AC ഇടാറില്ല. വീട്ടുകാർക്കൊക്കെ AC വേണം, പക്ഷെ ഞാൻ ഇടാറില്ല. എന്താണ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതായത് അയാളുടെ ഓഫീസിൽ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കണം ഒക്കേഷണലി. അപ്പോൾ ഇതിൻ്റെ ബോസ് ദൂരെ നിന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ ഇയാളുടെ വശത്ത് നിന്ന് എന്തോ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് ഇയാളെ 8 പേരുണ്ടായിരുന്നു, 8 പേരുടെ മുമ്പിൽ എണീറ്റ് നിർത്തിയിട്ട് ഇയാളെ ഫയർ ചെയ്തു. അയാൾ അത്രേ ഓർക്കുന്നുള്ളൂ. വളരെ മോശമായിട്ട് സംസാരിച്ചു. അയാൾക്ക് ഭീഷണി, ത്രട്ട്, എല്ലാ ഭീഷണികളും നടത്തി. അയാൾക്ക് ബോധം പറയുന്നതായിട്ടൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. അയാൾ അവിടെ ഇരുന്നത് മാത്രം ഓർക്കുന്നുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞോ മിനിറ്റുകൾ കഴിഞ്ഞോ എന്ന് അറിയത്തില്ല. അയാൾ കണ്ണു തുറക്കുമ്പോൾ ആ AC റൂമും ആ റൂമിൽ എലോൺ ആയിട്ടിരിക്കുന്ന വ്യക്തി ഇയാളെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് മുതൽ അയാൾക്ക് AC, കാരണം ആ മുറിയിലെ തണുപ്പാണ് അയാളെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആയിട്ട് അയാൾക്ക്. പിന്നീട് എവിടെ AC കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഭീകരമായിട്ടുള്ള ഓർമ്മ മനസ്സിൽ നിൽക്കുകയാണ്. ഇതാണ് അലർജി എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അലർജിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്
മീനിങ് ബയോളജിക്കൽ റെസ്പോൺസ് ആണെന്നുള്ളതാണ് ഇന്നത്തെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഡിസ്കഷൻ വയ്ക്കാം. ജെയ്സ് കോഫേഴ്സ് കോൺഫ്ലിക്ട് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസൊല്യൂഷൻ പാത്വേ, ഇതൊക്കെ നമ്മുടെ ഹോമിയോപ്പതി അനുസരിച്ച് ദേ ആർ ഓൾ സോറിക് കംപ്ലൈൻറ്റ്സ്, അല്ല സോറിക് കണ്ടീഷൻസ് ആണ്. അതിനൊന്നും മെഡിസിൻ ആവശ്യമില്ല. ചിലർ എന്നോട് ദേഷ്യപ്പെടും. ഇന്നും എന്നോട് എൻ്റെ സുഹൃത്തായ ഡോക്ടർ ചോദിച്ചു, ഇപ്പൊ ഡോക്ടർ ഹോമിയോപ്പതി ഒന്നും കൊടുക്കുന്നില്ലേ ആർക്കും? ഞാൻ പറഞ്ഞ 100% ഓഫ് മൈ കേസസ് ഐ എം ഗിവിങ്. വിത്തൗട്ട് മെഡിസിൻ ഓൾസോ ഐ ക്യാൻ മാനേജ് ബൾക്ക് ഓഫ് അല്ലെങ്കിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഓഫ് മൈ കേസസ് എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. ഐ വിൽ ഗീവ് മെഡിസിൻ. അത് ചിലപ്പോൾ സൈക്കിളൊക്കെ ആയിരിക്കും, അത് നിങ്ങൾക്കറിയാം. GSK offers a conflict-based understanding and result. The key is awareness. എന്താണ് നിങ്ങൾ ചികിത്സിക്കുന്നത്, എന്താണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന രോഗിയുടെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാവാതെ നിങ്ങളൊരു പ്രാക്ടീഷണർ ഓഫ് മെഡിസിൻ ആണെന്ന് പറയുന്നത് യു ആർ ഫൂളിങ് യുവർ സെൽഫ് ആൻഡ് ദി പേഴ്സൺ ഓർ ദി വേൾഡ് ഇൻ ഫുൾ. നിങ്ങൾ ഇന്ന് വലിയ വലിയ എന്താ പറയുക ബിഗർ പർപ്പസ്, ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് ആണ് നിങ്ങളുള്ള. ബിക്കോസ് യു ആർ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് ജനങ്ങളെ ഫൂൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. യു വിൽ നോട്ട് ഇംപ്രൂവ് ചെയ്യത്തില്ല. നിങ്ങൾ ജനങ്ങളോട് ജനങ്ങളുടെ വശത്ത് നിന്ന് ചിന്തിക്കുക, എന്താണ് നിങ്ങളുടെ സഫറിങ്സ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചിലപ്പോൾ മരുന്ന് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ പ്ലാസിബോ എഫക്റ്റ് ഉണ്ട്, യു ക്യാൻ ഗീവ് മെഡിസിൻ, നോ പ്രോബ്ലം. അതിന് നിങ്ങൾ പണം പേടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ നോളജ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദി റവന്യൂ. അതിന് യാതൊരു കുറ്റബോധം ഉണ്ടാകേണ്ട. കാരണം ദാറ്റ് ഈസ് യുവർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ്. അത് നിങ്ങൾ ചെയ്യണം, ഭംഗിയായിട്ട് ചെയ്യണം. ഈ ലോകത്തിൽ നിന്നും പൂർണ്ണമായും രോഗത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെന്റർ അജോയ് കുറുപ്പ് കൂടിയുണ്ട്. ഞങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഇതിലൂടെയുണ്ട്. എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാനുള്ള സമയമില്ല. എല്ലാവരുടെയും സഹായത്തോടെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ട്രൈ ടു ലേൺ. ദർ ആർ നോ ഡിസീസസ്. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്. ഡിസീസ് എന്ന് പറയുന്നത് ഒരു റോങ് കൺസെപ്റ്റാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിസീസിനെ കുറിച്ചുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ലിവ് ഹാപ്പിലി. ദർ ആർ നോ ഡിസീസ്. എനി നമ്പർ ഓഫ് കേസസ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ. അങ്ങനെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്ന യു ലേൺ GHK, ദെൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ ഹെൽത്ത്. ചിലരൊക്കെ പറയുമ്പോൾ ഡോക്ടർ എനിക്ക് സ്ട്രോക്ക് വന്നു, ഡോക്ടർ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. അനിത ഡോക്ടറെ വലിയ സന്തോഷത്തോട് നന്ദിയോട് കൂടി ഓർക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനിത ഡോക്ടർ ഏറ്റെടുത്തത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ GHK പഠിക്കാൻ തുടങ്ങി 2013 മുതലാണ്. അന്ന് മുതലേ ഞാനിതിപ്പോൾ ക്ലാസ് എടുത്തേ തുടങ്ങിയ ആളാണ്. അന്ന് മുതലേ ഈ പറയുന്ന ശബ്ദം നിശബ്ദമാക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ISK എന്ന് പറയുന്നത് എൻ്റെ സംഘടന, ഞങ്ങളുടെ സംഘടന, നമ്മുടെ സംഘടനയുടെ ടീച്ചിങ് ഫാക്കൽറ്റി ആയിരുന്ന ഡോക്ടർ അനിത തന്നെയാണ് അത് ലീഡർഷിപ്പ് എടുത്തിരിക്കുന്നത്, പഠിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട്. എന്ന് ഞാൻ ചോദിക്കും, ഡോക്ടർ എങ്ങനെയാണ് ഫീഡ്ബാക്ക്? എല്ലാവർക്കും ആവശ്യമുണ്ട് ഡോക്ടറെ എന്ന് അറിയുന്നതുകൊണ്ട് ഞാനാണ് വരുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദർ, സംബഡി എൽസ് വിൽ ടേക്ക് അപ്പ് ദിസ് റെസ്പോൺസിബിലിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അനിതയോട് നന്ദി പറയുകയാണ്. അപ്പോൾ 5 ബയോളജിക്കൽ ലോസിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് GHK. അത് നിങ്ങൾ പഠിച്ചേ തീരൂ. അവിടെയാണ് നിങ്ങൾക്ക് സിങ്ക്രോണിസിറ്റി ഓഫ് മൈൻഡ്, സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി നിങ്ങൾ പഠിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ബയോളജിക്കൽ പർപ്പസ് പഠിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഹോൾ പ്രോഗ്രാം പഠിക്കുന്നത്. ദർ ആർ നോ ഡിസീസസ്, ഓൺലി പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാക്ടീഷണർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രാക്ടീഷണർ ആണോന്നില്ല. ഇഫ് യു ആർ എ ഫാദർ, ഇഫ് യു ആർ എ ഹസ്ബൻഡ്, ഇഫ് യു ആർ എ മദർ, നിങ്ങൾ പഠിച്ചേ തീരൂ. നിങ്ങളുടെ കുട്ടിക്ക് പനി വന്നു. ഇന്ന് ഞാൻ നേരത്തെ കുറെ ദൂരെ നിന്നൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞാണ്, ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്, അല്ല 3 മക്കൾ. അതിൽ ഇളയവളാണ് കൊണ്ടുവന്നത്. എന്ത്? അവൾ പനി കൊണ്ടുവന്നു, പിന്നെ ഞങ്ങൾക്കെല്ലാം തന്നു. അങ്ങനെ ഒരു കൊടുക്കലും വാങ്ങലും താരലൊന്നും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നോ ബഡി ക്യാൻ മേക്ക് അനദർ വൺ സിക്ക് ബിക്കോസ് ഓഫ് സം എക്സലേഷൻ, സം എയറോസോൾസ് കമ്മിങ് ഫ്രോം ദി നോസ്, കമ്മിങ് ഫ്രോം ദി ത്രോട്ട്. അയ്യോ, അതിൽ വൈറസ് ഉണ്ടായിരുന്നു. ആ വൈറസ് തന്നെ 80 കിലോ ഉണ്ട്. അയാളെ തൂക്കിയപ്പോൾ 80 കിലോ തൂക്കം ഉണ്ടായിരുന്നു. 80 കിലോ തൂക്കമുള്ള ഒരാളെ അവള് കൊണ്ടുവന്ന മൂക്കിലൂടെ വന്ന വിസർജ്യം, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന എയറോസോൾ, അതിൻ്റെ അകത്തുണ്ടായിരുന്ന വൈറസ്. വൈറസിന് എത്ര ഗ്രാം തൂക്കമുണ്ട്? മൈക്രോ അല്ല നാനോഗ്രാം. അത് എന്നെ രോഗിയാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊരു ഫോളിഷ്നസ്. നമ്മളത് പഠിച്ചു പോയത് കൊണ്ടാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്ത കളിയാക്കുകയല്ല ചെയ്യുന്നത്. നമ്മളത് പഠിച്ചു പോയി. അപ്പോൾ അൺലേൺ ചെയ്യുക, എന്നിട്ട് റീലേൺ ചെയ്യുക. ഇറ്റ് ഈസ്
high time that you have to, and the first class it is high time for you to divorce. ഹോമിയോപ്പതിക്കാരോടാണ്. പാവപ്പെട്ട ഒരു പെൺകുട്ടി അറിയത്തില്ലാത്ത പ്രായത്തില് വളരെ യോഗ്യതയില്ലാത്ത ഒരാളുമായിട്ടൊരു മാരേജ് നടത്തി, ചൈൽഡ് മാരേജ് എന്നൊക്കെ പറയത്തില്ലേ. But now it is time that you know it is very good that you take a divorce and get remarried to GHK. And GHK and homeopathy can take this world to the topmost position. Thus, it can become the number one leading treatment methodology in this world. അപ്പോൾ ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ് ആണ് നമ്മുടെ ലക്ഷ്യം. സമയം ഒത്തിരി കഴിഞ്ഞു പോയി. സാധാരണ കുറച്ചുകൂടെ മുമ്പെയൊക്കെ നിർത്തി കുറച്ച് ചർച്ചയ്ക്കൊക്കെ വിളിക്കേണ്ടതാണ്. അവിടെ ഞാൻ പറഞ്ഞൊക്കെ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ് ആണ്. ഡിസീസിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഇതെല്ലാം നമ്മുടെ അമ്മയായ പ്രകൃതി മാതാവ് നമ്മളുടെ അതിജീവനം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. അതനുസരിച്ചാണ് നമ്മൾ ലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലക്ഷണങ്ങൾക്കൊക്കെ ഒരു മീനിങ് ഉണ്ട്. അത് ഞാൻ ആദ്യത്തെ ക്ലാസ് പറഞ്ഞാൽ ദേ ആർ ഓൾ ബേസ്ഡ് ഓൺ 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ അനിത ഡോക്ടർ ഒന്ന് മോണിറ്റർ ചെയ്തേ, എന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ ഹാൻഡ് റൈസ് ചെയ്യാം, ചോദിക്കാം. സാറിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ശിവശങ്കരനാണ്. പറയൂ സർ. സാറ് പറഞ്ഞത് കുറെ ക്ലിയർ ആയി. എനിക്കുള്ള ഒരു സംശയം, നമ്മുടെ അലർജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാമിലിയിൽ ടെൻഡൻസിയിൽ റൺ ചെയ്യുന്ന അലർജി, അതിനെ സാർ എങ്ങനെ അപ്രോച്ച് ചെയ്യാറ്? ഇപ്പൊ പേഷ്യന്റ് വന്നത് 2nd ജനറേഷൻ or 3rd ജനറേഷൻ പേഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഗ്രാൻഡ് ഫാദറിനുണ്ട്, മദറിനുണ്ട്, കുട്ടിക്കുണ്ട്. ഇപ്പൊ കുട്ടിയാണ് സാറിന്റെ പേഷ്യന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സാർ എങ്ങനെയാ ആ കേസിനെ അപ്രോച്ച് ചെയ്യുക? ഓക്കെ, നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു കൾച്ചറുണ്ട്, ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്ന പോലെ കേരളക്കാർക്ക്, മലയാളികൾക്ക് ഒരു കൾച്ചറുണ്ട് എന്ന് പറയുന്ന പോലെ ഓരോ വീട്ടിലും ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ ഒരു കുട്ടിക്ക് സുബോധം വരുന്ന 1ാമത്തെ വയസ്സ് 2ാമത്തെ വയസ്സിലൊക്കെ തന്നെ നമ്മൾ ഇത് തന്നെയാണ് ആ വീട്ടിലെ കൾച്ചർ. വളരെ വളരെ ഉദാഹരണം പറയുവാണെങ്കിൽ, അപ്പോൾ ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്, മോളെ നീ നിന്റെ കൊച്ചിന്റെ തല തോർത്തിയായിരുന്നോ? അയ്യോ ഞാൻ നന്നായിട്ട് തോർത്തി. എന്നിട്ട് എന്താ നീ രാസാദിപ്പൊടി ഇടാത്തത്? അപ്പോൾ തല തോർത്തിയില്ലെങ്കിൽ നീരിറക്കം ഉണ്ടാകും എന്നുള്ളൊരു കൾച്ചർ അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെയൊന്നും ഇല്ലെന്ന്. നമ്മൾ മഴയത്ത് പിള്ളേർ കളിച്ചിട്ട് വന്നാൽ, ഞങ്ങളൊക്കെ 7 വയസ്സൊക്കെ ഉള്ള പ്രായം മുതൽ ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ 7 മണി മുതൽ കലക്ക വെള്ളത്തിൽ തോട്ടിൽ പോയി കളിക്കും, കുളിക്കും. അത് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ ആ വെള്ളത്തിൽ മഴ അതിനെ ക്ലീൻ ചെയ്ത് വീട്ടിലെത്തും, ഒരു നിക്കറൊക്കെ ഇട്ടും സ്കൂളിൽ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. മഴ നനഞ്ഞാൽ കുഴപ്പമില്ല. ഇന്ന് ഏത് അമ്മയാണ് പറയുക? ആ അമ്മ പറയുന്നത് എന്താണ്? ഒരു 4-ആയിട്ട് 5-ആയിട്ട് മുടക്കാവുന്ന ഒരു പോപ്പി നാനോ കൂഴ മേടിച്ച് കൊടുത്തിട്ട് പറയും, മോനെ മഴ നനയല്ലേ. ഞാൻ ഒരു അലർജിയുടെ കാര്യം പറഞ്ഞു, മഴ നനയല്ലേ. അപ്പൊ എന്താണ്, 20 അടിയേ ഉള്ളൂ ഓട്ടോറിക്ഷ നിർത്തുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക്. ആ കുട്ടി ഓടി വരും, അമ്മ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ വരുമ്പോ അമ്മ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് അറിയത്തില്ലേ പനി പിടിക്കുമെന്ന്? നിനക്ക് അറിയത്തില്ലേ? കാരണം നീ ഇന്നാള് മഴ നനഞ്ഞപ്പോ ആശുപത്രി പോയതൊക്കെ നീ മറന്നുപോയോ? എങ്ങനെയുണ്ട് ഡോക്ടറെ ശിവശങ്കരൻ? ഇതാണ് ഒരു വീട്ടിലെ കൾച്ചർ. അങ്ങനെയല്ലാതെ ആ കാര്യം മൈൻഡ് ത്രൂ കയറുന്നതാണ്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന മ്യാസം അവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. മ്യാസത്തിനെതിരായിട്ടൊന്നും എല്ലാം പറഞ്ഞു. ദർ ആർ സോറി കണ്ടീഷൻസ്. ഇതൊക്കെ സോറി കണ്ടീഷൻസ് ആണ്. സിഫിലിറ്റിക് നേച്ചർ ഉണ്ട്, സിഫിലിറ്റിക് മ്യാസം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അലർജി ആയിട്ടല്ല വരുന്നതെന്നും ഡോക്ടർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ വരുന്നത് സോറി കേസസ് ആണ്. യു ക്യാൻ ഡിസ്പോസ് ദി പേഷ്യൻറ്റ്, ഗെറ്റ് ദി റെമ്യൂണറേഷൻ, റവന്യൂ മേടിക്കാം, എന്നിട്ട് അവർക്ക് ഈ നോളജ് പറഞ്ഞു കൊടുക്കുക. അടുത്ത ആഴ്ച ഇല്ല ഡോക്ടറെ ഞാൻ അതിനുശേഷം സുഖമായിട്ട് മഴ നനയുന്നുണ്ടെന്ന് പറയാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാതെ ഫാമിലിയിലായിട്ട് ഒരു അലർജിയും ഫോളോ ചെയ്യുന്നില്ല. നമ്മളത് ബൈ വേർഡ്, ബൈ ആക്ഷൻ, ബൈ ഡീഡ്സ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുകയും നിലനിർത്തുകയും കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലാതെ ഒരു വീട്ടിലും, വീടെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുന്നത് മാത്രമല്ല, ഒരു ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഒരു അലർജി അടുത്ത തലമുറയിലേക്ക് വരികയോ ഒന്നുമില്ല. നിങ്ങൾ ഈ അലർജിയിൽ ആ ചെയിൻ ബ്രേക്ക് ചെയ്യാം. ജസ്റ്റ് ആസ് വി സേ ദി മാസം ടെൻഡൻസി ക്യാൻ ബി കട്ട് ഷോർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിത് നിർത്താൻ പറ്റും. വൈ യു ഷുഡ് ബി കണക്റ്റഡ് ടു ദീസ് അൺവാണ്ടഡ് പ്രോഗ്രാംസ്. അത് അന്നേരം തന്നെ നിർത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുട്ടിയെ ചികിത്സിക്കുന്നു,
കുട്ടിയെ ചികിത്സിക്കുന്നു, നമ്മൾ മദറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ബട്ട് ഗ്രാൻഡ് മദർ എപ്പോഴും അവരെ തിരുത്താൻ പറ്റുന്നില്ല, നമ്മൾ ഗ്രാൻഡ് മദറിനെ കാണുന്നില്ല. ഈ കോൺസ്റ്റന്റ് ആയിട്ട് ആ സ്റ്റിമുലസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും ഈ ഫിനോമിനയിലേക്ക് നയിക്കുമോ? ഇവിടെ എടുത്തു വരുന്നത് കുട്ടിയെ കൊണ്ട് അമ്മയാണ് വരുന്നത്. അമ്മയോട് പറയുക, ഞാൻ ഇവിടെ എടുത്ത ക്ലാസ്സൊക്കെ നിങ്ങൾ ഗ്രാൻഡ് മദറിനോട് പറയുക. അപ്പം ഞാൻ ചോദിക്കുക, എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 60 വയസ്സ്. എഡ്യൂക്കേറ്റഡ് ആണ്? യെസ്, ഷീസ് അല്ലെ. അങ്ങനെയാണ് ഇതൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക. അതേസമയം ഒരു 85 വയസ്സായ സ്ത്രീയാണ്, ഓൾമോസ്റ്റ് ബെഡ്രിഡൺ ആണ്. അവരോട് പോയി ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ആൻഡ് ഷീ ഈസ് നോ മോർ ഗോയിങ് ടു ബി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദി ഫാമിലി ഓൾസോ. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഡിക്റ്റേറ്റ് ടൈംസ് ഓൺ യു ഓർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ ഓർ ചിൽഡ്രൻ. അപ്പോൾ അവരെ കോൺസ്റ്റന്റ് ആയിട്ട് ആ സ്റ്റിമുലസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഫിനോമിന വീണ്ടും റെക്കർ ആവുമോ? ഇല്ല സർ, അത് ഡിപ്പെൻസ് അപ്പോൺ ഹൗ വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ്, അല്ലേ? നമ്മൾ ഇത് മാത്രമല്ലല്ലോ, നമ്മൾ പാത്രവുമില്ലേ, ഹൗ വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ. എത്രയോ കൊച്ചു പിള്ളേര് അമ്മമ്മ അങ്ങനെയൊക്കെ പറയും. ഞാൻ പോയി ഡോക്ടറെ മഴയത്ത് കളിക്കും, അമ്മമ്മ അങ്ങനെ പറയും, പൊടിയടിക്കരുത്. ഞാൻ അമ്മമ്മയെ കാണാതെ കൂട്ടുകാരുടെ കൂടെ പോയി പൊടിക്കകത്ത് കളിക്കും. എന്നിട്ടെന്താ? മനസ്സിലായി? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അത് അമ്മയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന് ഇതിനെ ഒരു റിവോൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇറ്റ്സ് നോട്ട് റിവോൾട്ടിങ്, ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ്. എത്രയോ കുട്ടികളെ നമുക്ക് മാറ്റാൻ തീർച്ചയായും. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഡോക്ടറെ, പരീക്ഷ ഡോക്ടർ പറഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി. സോ ഐ ക്യാൻ മാനേജ്, ഡസ്റ്റ് മാനേജ് ചെയ്യാം, വെള്ളം മാനേജ് ചെയ്യാം, കുളിക്കാം. ഐസ്ക്രീം കഴിക്കണോ? എനിക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ ഐസ്ക്രീം കഴിച്ചാൽ നിങ്ങൾക്ക് തൊണ്ടവേദന വരും? ഇല്ലെന്നേ. ഐസ്ക്രീം എനിക്ക് ഇഷ്ടമില്ലാതെ കഴിച്ചാലാണ്, അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോഴാണ് തൊണ്ടവേദന. അത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലിയർ സർ, താങ്ക് യു. ഓക്കെ, സൂര്യ എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അനിൽ? നമ്മളെ ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പം AEC ഒക്കെ കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞ് പേഷ്യന്റ് നമ്മുടെ മുമ്പിലെ എത്തുവാണെങ്കില്, അപ്പം അവന് ഭയങ്കര തുമ്മലാണ്, അവന് AEC ഒക്കെ ഒത്തിരി കൂടുതലാണ്, 1000 മേളിലാണ് എന്നൊക്കെ പറഞ്ഞ വരുന്ന ഒരു കേസ് ആണെങ്കിൽ നമ്മളപ്പം നിങ്ങൾ എന്തിനാണ് ഉള്ള രോഗിയെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ബ്ലഡിൽ ഉണ്ടാകുന്നത് ആഫ്റ്റർ ഓൾ ദീസ് പ്രോസസ് എന്താണ്? മൈൻഡിൽ തുടങ്ങുന്ന ട്രിഗറിങ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് ബ്രെയിൻ ത്രൂ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി ബോഡിയിൽ അഫക്റ്റ് ആകും. ഇറ്റ് മേ ബി എ സ്ക്രാച്ചിങ്, ഇറ്റ് മേ ബി എ ഓഫ് കോഴ്സ് ബ്ലഡിലുള്ള ഉണ്ടല്ലോ ഹൈവ്സ് എന്ന് പറയുന്ന, അർട്ടിക്കേരിയ എന്ന് പറയുന്നത് ബ്ലഡിൽ ഹിസ്റ്റാമിൻ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊന്നും നടക്കത്തില്ലെന്നല്ല പറയുന്നത്. ബട്ട് ദേ ആർ ദി റിസൾട്ട്സ് ഓഫ് ഡിസീസ്, നോട്ട് ദി കോസേഷൻ ഓഫ് ഡിസീസ്. നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് വന്നയാളോട് ലാബറട്ടറിയിൽ ഇരിക്കുന്ന നേഴ്സാ പറഞ്ഞ്, ട്രൈഗ്ലിസറൈഡ് ഇത്രയും കൂടുതലുണ്ട് കേട്ടോ, 1 വർഷത്തിനുള്ളിൽ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ നേഴ്സാണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഈ നേഴ്സ് അങ്ങനെ പറഞ്ഞ് അവരൊരു വലിയ നോളജബിൾ പേഴ്സൺ ആയിട്ട് ആ ഒരു സ്ഥാപനത്തിൽ നിൽക്കുവാണ്. അല്ലെങ്കിൽ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ആള്, അയാൾക്ക് അത് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ പോയത്? വളരെ സിമ്പിൾ അല്ലേ? തുമ്മലുണ്ട്, തീർന്നു. മൂക്കിന്ന് ആക്ഷി എന്ന് പറയുന്നു, മൂക്കിന്ന് കുറച്ച്, അത് ഹീലിംഗ് സ്റ്റേജ് ആണ്. ഹീലിംഗ് ഓഫ് വാട്ട്? എ കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് പിന്നെയും വരുന്നു. അത് രാവിലെ എണീറ്റ്, എനിക്കൊരു 35 വർഷം തുമ്മിയ ഒരാളുടെ കേസ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറയാൻ സാധിക്കും. അദ്ദേഹം ഒരു വാദ്യാരായിരുന്നു, സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. 35 വർഷമായി. ഞാൻ ചോദിച്ചു, എന്താണ് ഈ 35 വർഷമായിട്ട്? ഡോക്ടറെ, ഞാൻ 16 വയസ്സുള്ളപ്പോഴത്തേക്ക് ഒരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഞാൻ പെട്ടു. അന്ന് കുറെ പേര് ഞങ്ങളുടെ അച്ഛനെ തല്ലാൻ വന്നു, വാക്കത്തിയായിട്ട് വെട്ടാൻ വന്നു. അപ്പോഴത്തേക്കും അത്രയും ടെൻസ്ഡ് ആയിരുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനിത് തുടങ്ങിയത് എന്ന് പറയാണ് പുള്ളി. അപ്പൊ അത് മനസ്സിൽ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഇയാൾ എന്നും രാവിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളാണ്. രാവിലെ ഇറങ്ങി പുള്ളി ഇത് ചെയ്യും, വർക്ക് അപ്പ് ചെയ്യും. എന്ത് ചെയ്യാം, രാവിലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കും. ഇത് അയാളുടെ റുട്ടീനാണ്, 35 വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. രാവിലെ ചെയ്യുമ്പോൾ മങ്കിക്കപ്പെട്ടു, മഫ്ലർ ഇട്ടു, ഇതെല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. എന്തിന്? അത് ഭയങ്കര തണുപ്പല്ലേ ഡോക്ടർ? എന്ത് തണുപ്പാ? കേരളത്തിലെ ഏത് ഭാഗത്തും, തിരുവനന്തപുരം മുതൽ ഇവിടെ കാസർഗോഡ് വരെയുള്ള സ്ഥലത്തും ഒരു ഏറ്റവും കൂടിയ തണുപ്പ് എന്ന് പറയുന്ന ഒരു 18, 19 അത്രയും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 20 താഴെ പോകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ടെമ്പറേച്ചർ. അതേസമയം കാനഡയിലും അല്ലെങ്കിൽ മോസ്കോയിലും അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലും ഒക്കെ ഉള്ള മനുഷ്യർ -20ലും 30ലും 40ലും ജീവിക്കുമ്പോൾ അവരാരും തുമ്മുന്നില്ല. കാരണം അവർക്ക് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ പറയും ഇന്നത്തെ ടെമ്പറേച്ചർ -42 വരെ പോകാം. 32 തുടങ്ങി, ഉച്ചയ്ക്ക് അത് 35 ആകും, രാത്രി ആകുമ്പോഴത്തേക്ക് 40 ആകും. അവർക്കറിയാം. സോ ദെയർ മൈൻഡ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ഇൻ ദാറ്റ് വേ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ GNM പഠിച്ച ഒരു കാലത്താണ് എൻ്റെ ഒരു സഹോദരൻ ഇന്ത്യത്തോണ്ട് ഞങ്ങൾ മോസ്കോയിൽ പോയി. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പോലെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പരേഡ് പോലെ ഒരു കാർണിവൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ GHK ഇരിക്കുവാണ്. അന്നത്തെ ടെമ്പറേച്ചർ 8 ആണ്. 8
8. ഞാൻ അത്രയും ടെമ്പറേച്ചർ മിനിമത്തിന് പോയിട്ടില്ല. കാനഡയിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും ടെമ്പറേച്ചർ മോസ്കോയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, വലിയ ബിഗ് ഗാലറിയിലാണ് ജനങ്ങൾ ഇരിക്കുന്നത്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ദർ. ആരെങ്കിലും തുമ്മുന്നുണ്ടോ, ആരെങ്കിലും ചുമയ്ക്കുന്നുണ്ടോ നോക്കിയിട്ട് ഒരാൾ തുമ്മുന്നുമില്ല, ചുമയ്ക്കുന്നുമില്ല. ഇവരെല്ലാവരും വാം ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. ഇങ്ങനെ വളരെ ആസ്വദിച്ചിരിക്കുകയാണ്, അവരാരും തുമ്മുന്നുമില്ല, ചുമയ്ക്കുന്നുമില്ല. ഇവിടെയാണെങ്കിലോ അയ്യോ മഴ തുടങ്ങി, മഴക്കാല രോഗങ്ങളാണ് പിന്നെ നമ്മുടെ ചർച്ചാ വിഷയം. മഴക്കാല പൂർവ്വ രോഗങ്ങൾ, മഴക്കാലത്തിന് മഴ. എന്താ മഴ? നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നിങ്ങളുടെ അച്ഛന്മാര് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ മഴയുണ്ട്. നിങ്ങൾ മരിച്ചാലും ഈ ഭൂമിയിൽ ഇല്ലാതെ കഴിഞ്ഞാൽ ഇവിടെ മഴയുണ്ടാവും. മഴയ്ക്കൊരു കുഴപ്പമില്ല. ആ മഴയില്ലെങ്കിൽ ഇവിടെ ജീവിതമില്ല. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ മഴയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ മഴയുടെ അലർജി തീർന്നു. ഇതുപോലെ നിങ്ങളുടെ എല്ലാ അലർജികളെയും നമുക്ക് ഒരു നിമിഷം കൊണ്ട് ആ ഒരു കണക്ടിവിറ്റി വിത്ത് ദി നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന റോങ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലിവ് ഇൻ ദിസ് വേൾഡ്. കേരളം പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട് പോലെ മനോഹരമായിട്ടുള്ള ഏത് കാലാവസ്ഥയും നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിച്ച് ജീവിക്കാനായിട്ട്. മഴ നനഞ്ഞോളൂ, കുളിച്ചിട്ട് തോർത്താതെ ഇറങ്ങി വന്നോളൂ, ഒരു കുഴപ്പമില്ല. പൊടി അടിച്ചാൽ അസുഖം വരത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കാറ്റഗറി ടോക്സിൻ അല്ലെങ്കിൽ പോയിസണിങ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ അങ്ങനെ ആരും ഇല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കും. ഡസ്റ്റി അറ്റ്മോസ്ഫിയറിൽ പണിയെടുക്കുന്നില്ല, വെട്ടുകല്ല് പൊട്ടിക്കുന്നിടത്ത് ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൈൻഡിങ് ആയിട്ടുള്ള പൾവറൈസിങ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നിടത്ത് ജോലി ചെയ്യുന്നില്ല, അവർക്ക് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതെല്ലാം ആസ്വദിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറയും ഡോക്ടർ പറഞ്ഞു പറയുന്നു. അത് മനസ്സിലാക്കണം. ദേ ആർ നോട്ട് കോസിങ് യു ഡിസീസ്. അങ്ങനെ ഉണ്ടാകുന്നതെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഭയത്തിലൂടെ ഇറങ്ങി ആ ഭയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് അലർജികൾ ഉണ്ടാകുന്നത്. Any more question? സർ, ഞാൻ ബേബി. എന്റെ ചോദ്യം ബാച്ച് ഫ്ലവർ മെഡിസിനും ഫിയറുമായിട്ടും ഇമോഷനായിട്ടും റിലേറ്റ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ പഠിച്ചത്. സാറ് പറയണതും ഇതും കൂടി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാ സാറിന്റെ. അല്ല സർ, അല്ല. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നു, B.Ed കോളേജിൽ. ഓക്കെ സർ. ഓക്കെ. ഇപ്പം ബാക്ക് ഫ്ലവർ റെമഡീസ് അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് ഈ മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തത് ഇന്ന മൈൻഡ് ഇന്ന ബാക്ക് ഫ്ലവർ റെമഡീസ് കൊടുത്തോളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഇത് ബൾക്കായിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ഒരു പറയണ്ട. കാരണം അത് നമ്മുടെ ഞാൻ പ്രാണി ഹീലിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, എന്താ പറയുക, അങ്ങനത്തെ ഒത്തിരി മൊഡാലിറ്റീസ് ഉണ്ട്. ബിക്കോസ് എവറിത്തിങ് ഈസ് ടച്ചിങ് അപ്പോൺ മൈൻഡ്. എൻ്റെ മൈൻഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റും ബേബിക്കുള്ള കൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദർ ഇസ് നോ ടാഞ്ചിബിൾ അല്ലാത്തൊരു സാധനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കതിന് എവിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനി യൂട്യൂബർ ക്യാൻ മേക്ക് എ ബ്ലോഗർ എന്ന്. ഞാനിപ്പം ബാക്ക് ഫ്ലവർ റെമഡീസിനെ കുറിച്ച് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. വളരെ പോപ്പുലർ ആണ് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. വെരി മെനി പീപ്പിൾ ആർ യൂസിങ് ബാക്ക് ഫ്ലവർ റെമഡീസ്. ഇതൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ചില വൈറ്റമിൻസ് കഴിക്കുന്ന പോലെ നമ്മളത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ആളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോമിയോപ്പതി തന്നെ പഠിച്ചു തീർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂടുതൽ അതർ മൊഡാലിറ്റീസ് അസോസിയേറ്റ് ചെയ്തത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയാനായിട്ട് ഞാനില്ല. പക്ഷെ ഞാൻ ഈ പഠിച്ച രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രോഫറ്റ്സ്, ഡോക്ടർ ഹാനിമൻ ആൻഡ് ഡോക്ടർ ഹാമർ നമുക്ക് തന്ന ഈ രണ്ട് അറിവുകൾ കൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെ മാനേജ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായ ഒരാളാണ്. എന്ന് വിചാരിച്ചു യോഗയ്ക്ക് എതിരെ ഞാനൊന്നും പറയുന്നില്ല, എനിക്കറിയില്ല. യോഗ ആസനം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ വേണുഗോപാൽ ഉണ്ട്. കമോൺ മൈ ഫ്രണ്ട് വേണുഗോപാൽ, ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു. ഞാനിപ്പോ ഒരു ഡൗട്ട് ചോദിച്ചത്, നമ്മൾ ഈ ഹോമിയോപ്പതിയിലാണെങ്കിലും ഈ GNM-ലാണെങ്കിലും ഇപ്പൊ കേട്ടിടത്തോളം ലൈഫ് സ്പേസ് എടുക്കുമ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന പലരും എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്ക് പാസ്റ്റ് മെമ്മറി ഒന്നും ഇല്ലാത്ത ആൾക്കാന്ന് നമ്മളിതെങ്ങനെ ട്രേസ് ചെയ്യും? ഒരു സംശയമാണ് അത്. പിന്നെ
തീർന്നോ? ഇല്ല, ഞാൻ അതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഹോമിയോപ്പതി കേസ് ടേക്കിങ്ങിലും നമ്മൾ ലൈഫ് സ്പേസ് വെച്ചിട്ട് ഇമോഷണൽ ആ സൈക്കി എന്ന് പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുക ശരിക്കും മനസ്സിലാഞ്ഞിട്ടാണ് ഡോക്ടർ പറയുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലൊന്നും ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അൺഡിലീറ്റബിൾ, നമുക്ക് എടുത്തു കളയാൻ പറ്റത്തില്ലാത്ത ചില വിശ്വാസങ്ങളുമായിട്ട് പോകുന്നവരെ നമുക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നത്. ഞാൻ എൻ്റെ എത്തീസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് പറയും, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ദൈവവിശ്വാസം ആയിരിക്കണമെന്ന് പറഞ്ഞു പേടിപ്പിച്ചു, അയാൾ ദൈവവിശ്വാസി ആകത്തില്ല. ഇനി അയാൾക്ക് എൻ്റെ ദൈവവിശ്വാസം കളയാനും പറ്റില്ല. അതുപോലെയാണ്. അപ്പൊ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്ന ഒരു അറിവാണ്. ഇത് ഏതോ ഒരു സമയത്ത് ഇയാളുടെ ആഴത്തിൽ കയറിയതാണ്. നേരത്തെ ആരോ ചോദിച്ച പോലെ, അതായത് ചെറിയ പ്രായത്തിലെ നമ്മുടെ മനസ്സിൽ കയറി കൂടിയ ചില വിശ്വാസങ്ങളാണ്. ഇൻഫെക്ഷൻ തിയറി നമുക്ക് അങ്ങനെ അല്ലാതെ പറയാനേ പറ്റത്തില്ല. നമുക്കൊരു പബ്ലിക് ഒരു സോഷ്യൽ മീഡിയയിൽ എഴുതാൻ പറ്റുമോ ഇത് തട്ടിപ്പാണെന്ന് പറയാൻ പറ്റുമോ? ഇൻഫെക്ഷൻ തിയറി തട്ടിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം പോക്കായി. അങ്ങനെയല്ലേ നമ്മുടെ സംഘടനകളൊക്കെ സിജവറീസ് ഡോക്ടർ ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, ഞങ്ങൾ പഠിച്ചതിനൊക്കെ എതിരാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ അച്ചുമാവൻ ഉണ്ടാകത്തില്ല, ഡോക്ടർ ഹാനിമാൻ ഉണ്ടാകത്തില്ല, ഡോക്ടർ ഹാമർ ഉണ്ടാകത്തില്ല, ആരും ഉണ്ടാകത്തില്ല. ഈവൻ ജീസസ് ക്രൈസ്റ്റ് വന്ന് പുള്ളി അന്നുണ്ടായിരുന്നതിനെതിരായിട്ട് പറഞ്ഞ ആളാണ്. അപ്പോൾ നിലവിലുള്ളതിനെ അന്വേഷണാത്മകമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യുകയും അറിയാൻ വേണ്ടിയിട്ടുള്ള സോഴ്സസിലൂടെ നമ്മൾ അറിയുകയും അറിഞ്ഞ കാര്യത്തിൽ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുകയും അവരെ കൂടെ ജീവിതത്തിലെ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേണു ഡോക്ടർക്ക് അറിയാമല്ലോ. അതെ, ശരി സാറേ. ഞാനത് ഒരു പോസിറ്റീവായിട്ട് ചോദിച്ചാണ്. പലപ്പോഴും ഞാനിപ്പോ GNM-ലോട്ട് പോയിട്ടില്ല, എങ്കിലും ഞാൻ പറയാണ്, അറിയാം, സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോമിയോപ്പതി കേസിൽ നമ്മൾ സാധാരണ ഇമോഷണൽ കോസ് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും കിട്ടാത്ത ഒരു കാര്യമാണിത്. അതായത് ചിലരിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ എവിടെയാണ് ഒരു കോസേഷൻ ഉണ്ടായെന്ന് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അത് എത്ര സെർച്ച് ചെയ്തപ്പോൾ ഡോക്ടർ വേണു, ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ റാൻഡം ആയിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും, ഇതല്ലേ വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ GPS എന്ന് പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പൊ GPS അത് തന്നെയാണ്. നമുക്ക് അനാവശ്യമായിട്ട് കാർഡ് കയറി ചോദിക്കൊന്നും വേണ്ട. ബിക്കോസ് ഹി ഈസ് കംപ്ലൈനിങ് ഓഫ് ബാക്ക് ഏക്ക്, ഫോർ എക്സാമ്പിൾ ബാക്ക് ഏക്ക്. ഡെഫിനറ്റ്ലി ബാക്ക് ഏക്ക് ഈസ്, അലോപ്പതിക്കാരെന്ത് പറയും? ഇവിടെ ഞാൻ ഇന്ന് ഡോക്ടർ സൂര്യയോട് സംസാരിച്ച പുള്ളിക്കാരത്തിയുടെ ഒരു റിലേറ്റീവ് അസുഖമായിട്ട്, അപ്പോൾ അലോപ്പതിക്കാർ പറയും, അയ്യോ നിങ്ങളുടെ ഈ വെർട്ടിബ്രൽ കോളത്തിൽ അല്ലെങ്കിൽ വെർട്ടിബ്രയിൽ നെർവസ് കംപ്രഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു. ഇതെല്ലാം അൺബിലീവബിൾ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനബിൾ ആണ്. അങ്ങനെയൊന്നും അല്ല സംഭവം. കോർ ഓഫ് ദി ഇൻഡിവിജ്വലിന് സംഭവിച്ചിരിക്കുന്ന വെർത്ത്ലെസ്നെസ് ആണ്. അത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. നടുവേദനയുള്ള ഒരാളോട് നിങ്ങളുടെ എന്താ ദഹിക്കാത്തത്, എന്താ അത് ചോദിക്കേണ്ട കാര്യമില്ല. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് മാത്രം ചോദിച്ചാൽ മതി. എന്ന് മുതലാണ് നിങ്ങൾക്ക് നടുവേദന വന്നത്? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഡെഫിനറ്റ് അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതോടുകൂടി എൻ്റെ ബർത്ത് പോയി. ഇതുവരെ എനിക്ക് വാല്യൂ തന്നിരുന്നത് സോ ഈസ് മൈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ആ വർത്ത്നെസ് പോയി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഇനി എന്താ 80+ ആയി എൻ്റെ വയസ്സ്, ഇനി മരിച്ചാൽ മതി, ഇനി എന്തിനാ എൻ്റെ വില എന്താ, ഒന്നുമില്ല. ഇപ്പം നടുവേദനയ്ക്ക് വിടുന്നു. അപ്പോൾ അത് അസോസിയേറ്റ് ചെയ്തു വിത്ത് ഏജുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. അയാൾക്ക് ഒരിക്കലും 80-ൽ നിന്നും 60-ലേക്ക് ചാടാൻ പറ്റത്തില്ല. 80-ൽ നിന്ന് 81-ലേക്ക് 82-ലേക്ക് പോകും. സോ മോർ ഷീ ഗോസ് ത്രൂ ദിസ് ലൈഫ് ലൈൻ. അവർ പിന്നെയും ഡീവാല്യൂഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വയസ്സും നിങ്ങളുടെ നടുവേദനയും തമ്മിൽ ഇങ്ങനെയാണ് ബന്ധം, നിങ്ങളുടെ മനസ്സിൽ കൂടിയാണ് ബന്ധമെന്ന് അവരോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്പിരിച്വാലിറ്റി ഒക്കെ ബാക്കിയുള്ള ആളാണെങ്കിൽ അയാളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു കമ്പിയിടേണ്ട, ട്രാക്ഷൻ നടത്തേണ്ട, സ്പൈനലായിട്ടുള്ള യാതൊരു ഒരു മെക്കാനിസവും നമ്മൾ ചെയ്യേണ്ട. ഇറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മെന്റൽ സിംറ്റംസ് ട്രേസ് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചു, വിഷമിച്ചു, ഒന്നും കിട്ടാത്തവരൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ മെന്റൽ സിംറ്റംസ് ഒന്നും പോകണ്ടെന്നേ, എല്ലാം ഒന്നും പോകണ്ട. നമുക്ക് വളരെ കൃത്യമാണ്. GPS-ൽ നമ്മളൊരു പൊസിഷനിങ് സിസ്റ്റം പോലെ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും.
ഞാൻ വേറെ പഴയ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാനിപ്പം ഇതല്ല, നമ്മുടെ അലർജിയൊന്നുമായിട്ടല്ല ബന്ധമുള്ളത്. ഒരു പേഷ്യൻ്റ് ചെവിയിൽ നിന്നും ഡിസ്ചാർജ് വരുന്നു, ചെവി വേദനയുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാതെ കേൾക്കേണ്ട വന്നത്, നിനക്ക് കേൾക്കാൻ ആഗ്രഹിച്ച് കേൾക്കാതെ വന്നത്? ഈ 2 ചോദ്യം ചോദിച്ചാൽ മതി. ചെവിയുടെ ഫംഗ്ഷൻ എന്താണ്? കേൾവിയുടെ ഇതെന്താണ്? യെസ്, ഐ വാണ്ട് ടു ഹിയർ വാട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് ഒരു ഇഞ്ചുറി വന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്തിയില്ല, അത്രേ ഉള്ളൂ. ഐ വെരി മച്ച് വാണ്ടഡ് ഹെർ ടു മേക്ക് ആൻ എൻക്വയറി അബൌട്ട് മൈ വെൽനസ്. അതവൾ ചെയ്തില്ല. സോ ഐ ഫെൽറ്റ് വെരി ബാഡ്. ഷി ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. അതുകൊണ്ട് നഷ്ടം. ചെവി വേദനയുണ്ടായി, ചെവി കേൾക്കാതെ ആകുമോ എന്നുള്ള പേടിയുണ്ടായി, ചെവിയിൽ നിന്ന് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഇറ്റ് ഇസ് ഹീലിംഗ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടു. ദറ്റ് ഇസ് ഓൾ ക്ലിയറായി. അങ്ങനെ ഓരോ ഡിസീസിനും എത്ര വേണേലും എനിക്ക് കേസ്, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒറ്റ കേസ് കൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ മുഴുവനും കൺട്രോളിങ് മെക്കാനിസം, ബയോളജിക്കൽ പർപ്പസും പ്രോഗ്രാംസും എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞാൽ സോ അങ്ങനെ പഠിപ്പിക്കലല്ല ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ചാറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. learninggnm.com എൻ്റെ ടീച്ചറുടെ വെബ്സൈറ്റാണ്. ഞങ്ങളുടെ വെബ്സൈറ്റാണ് globalgnm.com. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഫോർ മെമ്പർഷിപ്പ് യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ എല്ലാവരെയും ഫോണിൽ വിളിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ യു ആർ എൻറ്റൈറ്റിൽഡ് ടു വിസിറ്റ് അവർ വെബ്സൈറ്റ്. അവിടെ ഈ 2-3 വർഷമായിട്ടുള്ള മുഴുവൻ പ്രോഗ്രാംസും പെയ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വായിക്കാൻ കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന GSK for Homeopaths ക്ലാസ് കൂടുകയും ചെയ്യാം. ഇത് മാർക്കറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി പറഞ്ഞോളൂ. നമ്മുടെ പർപ്പസ് പണം ഉണ്ടാക്കലൊന്നുമല്ല. അത് ടു ബി ഫ്രാങ്ക്, ഐ വാണ്ട് ദിസ് ടു സ്പ്രെഡ് അക്രോസ് ദി ഗ്ലോബ്. എല്ലാവരിലും എത്തിക്കണമെന്നുള്ള അത്യാഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാം, പഠിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിവ് ഇവിടെ വന്നു എന്നിട്ട് അത് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൗരവതരമായ കുറ്റമാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പഠിക്കണം, മരിക്കുന്നത് വരെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ പ്രായമായി, ഇനിയിപ്പോൾ എന്ത് പ്രാക്ടീസ്, അല്ല ഇനിയിപ്പോൾ ഞാൻ പഠിക്കാനൊന്നും സമയമില്ല, അങ്ങനെയില്ല. പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ട്. എല്ലാവർക്കും പഠിക്കണം, അതേ പറയുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേണു ഡോക്ടർ ഇപ്പോഴും ശാരദാകൃഷ്ണനുണ്ടോ? ഉണ്ട്. കോളേജ് പ്രൊഫസറാണ് വിളിച്ചത്. ഡോക്ടർ വേണുഗോപാലൻ്റെ 3 വർഷത്തെ ഫ്രണ്ടാണ്. ഡോക്ടർ ജലീലിനെ കാണുന്നു. ഡോക്ടർ പ്രകാശ് മാത്യു ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ലേഖ രാജുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ബഹുമാനപ്പെട്ട പേഷ്യൻസ് ഉണ്ട്, പേര് പറയുന്നില്ല. ചാറ്റ് ബോക്സിലാരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം സാറിനുമായിട്ട്. സാറ് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ബേബി പറഞ്ഞിരിക്കുന്നു ലിങ്ക് കാണുന്നില്ലെന്ന്. ലിങ്ക് കാണുന്നതിന്റെ അപകടം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകാത്തത്. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വരും. സാറിന്റെ അതിനകത്ത് കയറാനുള്ള വെബ്സൈറ്റ് ലിങ്ക് കാണുന്നില്ല. വെബ്സൈറ്റ് ഓപ്പൺ ആണ്. ഞാൻ പറയുന്നത് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ബേബി ടീച്ചർ ചോദിച്ചിരിക്കുന്നത്. ടീച്ചറല്ലേ ബേബി? അതെ അതെ അതെ. ഫോറിൻ ക്ലബിൽ ഉണ്ടായിരുന്നാണോ ബേബി ടീച്ചറെ? ഞാൻ ഉണ്ടായിരുന്നു സാർ, ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയോ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫോറിൻ ക്ലബില് പലപ്പോഴും ബേബി ഡോക്ടർ ആക്റ്റീവ് ആയിരുന്നു ബേബി ആക്റ്റീവ് ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. റോബിൻ തിരുമല. അതെ 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 അതെ. ഞാൻ സാറിനെ കണ്ടപ്പം തന്നെ, ഫോട്ടോ കണ്ടപ്പം തന്നെ ഓർത്തു നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോന്ന്. പിന്നെ സാറിന്റെ ഏതോ ഒരു സമയത്തുള്ള സാറിന്റെ ടോക്കും ഞാൻ കേട്ടിരുന്നു. എൻ്റെ യൂട്യൂബില് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 26 around 30 വീഡിയോസ് ഞങ്ങൾ ഡ്യൂറിങ് ദി സെലിബ്രേഷൻ ഡേ ഓഫ് വേൾഡ് GHK ഡേ ഉണ്ടായിരുന്നു. അടുത്ത ജനുവരിയിലും ഉണ്ടാകും, അടുത്ത മെയ്യിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഓക്കെ സാർ, എനിക്ക് ഞാൻ അയച്ചു തന്നാ മതി സാർ. ഞാൻ ഇതിപ്പോ ഇതിൽ കണ്ടില്ല, അതുകൊണ്ടാണ് യൂട്യൂബിന്റെ ഒക്കെ ലിങ്ക് ഒന്ന് ഇട്ടാ പിന്നെ ഞാൻ വന്നോളാം. ഓക്കെ ഓക്കെ സാർ. താങ്ക് യു താങ്ക് യു സാർ. ലേഖരാജ്. വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എക്സലന്റ് താങ്ക് യു. താങ്ക് യു ഡോക്ടർ. വെരി യൂസ്ഫുൾ. thank you. റിയലി നമുക്കറിയാം നമ്മൾക്ക് അസുഖത്തിന്റെ ബേസിക് റീസൺ ഇമോഷൻ ആണെന്ന്. പക്ഷേ അത് ഇത്രയും ക്ലിയർ ആയിട്ട് എല്ലാ അസുഖങ്ങളുടെയും ആണ് എന്ന് സാറ് പറയുമ്പം ഒരു വണ്ടറായിട്ടാണ് അത് കേട്ടിരുന്നത് ആക്ച്വലി. 100% ആണ് ബേബി ടീച്ചറെ. 100% of the diseases are due to very specific. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെരി സ്പെസിഫിക് ടിഷ്യൂ ആണ് അഫക്റ്റഡ് ആകുന്നത്. വെരി ടിഷ്യൂ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ് അഫക്റ്റഡ് ആകുന്നത്. വെരി സ്പെസിഫിക് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ഹാമർ തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ടു ദിസ് വേൾഡ്. എനിക്കൊരു ചെവിക്ക് ഈ അടുത്തതുപോലെ ഒരു പെയിൻ വരികയും അതിന്റെ ശേഷം അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. സാറ് പറഞ്ഞതിനെ ഞാൻ കണക്ട് ചെയ്തത്, ഞാൻ പെട്ടെന്ന് വീട്ടിലൊന്ന് ഒറ്റയ്ക്കായി പറഞ്ഞാൽ ഹസ്ബൻഡ് കാനഡയിൽ പോയി, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോ എനിക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിരുന്നു. ഒരു മേ ഓർ മേ നോട്ട് ബി, ഞാനിപ്പോ കണക്ട് ചെയ്യാണ്, അതുകൊണ്ടായിരിക്കുമോ സാർ പറഞ്ഞ പോലെ ആരൊക്കെയോ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഒരു പെർട്ടിക്കുലർ 2 or 3 ഡേയ്സിന് ശേഷമാണ് ഈ ഒരു അടപ്പൊക്കെ വന്നത്. ഐ ഡോണ്ട് നോ. You expected a call very much from your husband who is in Canada, but he didn't call it. So you unnecessarily thought, ഇങ്ങനെ നമ്മൾ സ്റ്റോറി മാനേജ് ചെയ്യാണ്, ഓ കാനഡയിൽ പോയപ്പോൾ ഒത്തിരി മതാമോരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി less interested in me, and that is the reason why he didn't think about me. At least ഈ 24 hours-നുള്ളിൽ he should have found time to call me എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലിരുന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. There is nobody to share your emotions. മോളോട് പറയാൻ കൊള്ളത്തില്ല, മോളോട് പറയാൻ കൊള്ളത്തില്ല. അപ്പൊ ഞാൻ തന്നെ ഇതിങ്ങനെ വായിച്ചു. അതിനെല്ലാം ഐസൊലേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്, ഐസൊലേറ്റിംഗ് കോൺഫ്ലിക്ട്, വിച്ച് നമ്മൾ തന്നെ അത് സഫർ ചെയ്യുവാണ്. There is nobody to share your emotions, causation. അങ്ങനെ വരുമ്പോഴാണ് അതൊരു പത്തോളജി എന്ന് പറയുന്നില്ല GSKയില്, ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് എ പ്രോഗ്രാം വിച്ച് വിൽ കോൾ ഒട്ടൈറ്റിസ് മീഡിയ അല്ലെ ഒട്ടോറിയ എന്നൊക്കെ പറയുന്നത്. കാരണം യു വാണ്ടഡ് വെരി മച്ച് ടു ഹിയർ ഹിസ് വോയിസ്, ബട്ട് ഹി ഡിഡ് നോട്ട്. Or during your conversation, you had a very heated arguments. He uttered something which he should not have told. അതിനാണ് മോർസൽ എന്ന് പറയുന്നത്, സൗണ്ട് മോർസൽ. I wanted to hear very sweet voice of my beloved soulmate, but unfortunately he told something very painful, very repulsive ആയിട്ടുള്ള എന്തോ ഒരു സംഭവം പുള്ളിക്കാരൻ പറഞ്ഞു. അത് ഹീലാകുന്നത് വരെ ബേബി ടീച്ചറുടെ ചെവിയിൽ വേദന ഉണ്ടായിക്കൊണ്ടിരിക്കും. റിയലി സാർ പറഞ്ഞ മാറ്റർ കറക്റ്റ് ആണെങ്കിലും ഹസ്ബൻഡിൽ നിന്ന് അങ്ങനെ ഉണ്ടായില്ല. പുള്ളി 24 hours എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോ അവിടുന്ന് എനിക്ക് ഒരു കെയറിങ് ആൻഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ ഞാൻ വിചാരിച്ചു. അത് മിസ്സായപ്പോഴാണ്. ടീച്ചർ ഉപയോഗിച്ചു, അതായത് ഇൻഫെക്ഷൻ കിട്ടി. ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ഹാമർ റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുക്കളില്ലെന്നോ മൈക്രോ ഓർഗാനിസംസ് ഇല്ലെന്നോ അല്ല അർത്ഥം. ദേ ആർ വിതിൻ അവർ ബോഡി, harboring within us. നമ്മുടെ ഏതാണ്ട് 1/10 of the ബോഡി വെയിറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ദീസ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നവരുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ബിലോ 10 kg, ഒരു എന്താ പറയുക 100 കിലോ ഒക്കെ ഉള്ള ഒരാളുടെ അത്രയും വെയിറ്റ് മൈക്രോ ഓർഗാനിസംസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നമ്മുടെ ബോഡിയിലുള്ള ഓർഗാനിസംസ് ആണ്. ദേ ആർ നോട്ട് ഹാംഫുൾ, ദേ ആർ വെരി എന്താ പറയുക, നമ്മുടെ ഹൗസ് കീപ്പിംഗ് ജോബ് ചെയ്യുന്ന, നമ്മുടെ വളരെ ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നുണ്ട്. ദേ ആർ അവർ നോ മോർ എനിമീസ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, നമ്മുടെ എക്സിസ്റ്റൻസിന്റെ കൂടെയുള്ളവരാണ്. ഫ്രം ദി വെരി amniotic fluid പുറത്തു വരുമ്പോൾ തന്നെ we were immersed in the colony of microbes. Understand? നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ വിചാരിച്ചു sterile fluid called amniotic fluid, and when the individual comes out of the uterus to the atmosphere, he starts attracting or affected by the microorganism. എങ്ങനെയൊക്കെ ആയിരുന്നു ഇൻഫെക്ഷൻ തിയറി ഉണ്ടായിരുന്നു. ഇന്നുണ്ട്. അത് തന്നെ റെഫ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ ക്വസ്റ്റ്യൻ മാർക്ക് വയ്ക്കാനുള്ള ശക്തി
നമുക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസമാണ്. സോ മച്ച് പോപ്പുലർ ഈസ് ഇറ്റ്, സോ മച്ച് ഇൻഫ്ലുവൻഷ്യൽ ഈസ് ദി ബിഗ് ബിസിനസ് ഹാപ്പനിങ് in the so-called treatment centers. Okay, sir. Thank you. Thank you. Thank you, sir. Thank you. സാർ. എന്തായാലും ബേബി മാഡം നമുക്കത് പ്രൂവ് ചെയ്ത് തന്നു. സാറിന്റെ തിയറി GSKയുടെ ഫിലോസഫി നമുക്ക് വളരെ ഇതിനെക്കുറിച്ചൊക്കെ അല്ലാതെ എനിക്ക് ഐ ക്യാൻ നറേറ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ ആയി മാം. താങ്ക് യു ഒരു കാര്യം ശ്രദ്ധിക്കാൻ, മേബി മാഡത്തിന്റെ ഹസ്ബൻഡ് 24 hours വിളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പുള്ളിയോട് കിടന്ന് ഉറങ്ങാനൊക്കെ പറയണം. Always scaring me. മാം പറഞ്ഞതുപോലെയാണ്. ഞാൻ സാറ് ഇപ്പം നമ്മുടെ വെബിനാർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ മദറിന്റെ എന്നോട് സാർ ഇപ്പം ജേക്കർ സാറിന്റെ ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷന് മുംബൈക്ക് വരുന്നോന്ന് ചോദിച്ചപ്പോ വരാൻ അസൗകര്യമുണ്ട്, മദർ കൂടെ ഉണ്ട്, മദറിന് സുഖമില്ലാതെ കൂടെ ഉണ്ട്. എന്താ അസുഖം എന്ന് സാറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് തൊറാസിക് വെർട്ടിബ്ര 11-12 ഡിസ്പ്ലേസ്ഡ് ആണ്, അപ്പൊ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞേക്കും, അതുകൊണ്ടാണ്. അപ്പൊ സാർ എന്നോട് ആദ്യമേ ചോദിച്ചത് സെൽഫ് ഡീവാലുവേഷന് അത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി, അപ്പൊ അത് കഴിഞ്ഞ് ആണ് സംഭവം ഉണ്ടായത്. അപ്പൊ അത് ശരിയാണ്, അമ്മ എപ്പോഴും പറയുന്നുണ്ട് എന്റെ വില പോയി എന്റെ. അപ്പൊ സാറത് പറഞ്ഞ വളരെ കറക്റ്റ് ആയിരുന്നു. ശരിക്കും ആ വേർഡ് തന്നെ എപ്പോഴും അമ്മ പറയുന്നുണ്ട്. ഡിവൈൻ നോളജ് റിവീൽഡ് ത്രൂ ഡോക്ടർ ഹാമർ എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് എളുപ്പം. അപ്പം ഡിവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ട്രൂത്ത് ബിഹൈൻഡ് ദി സോ കോൾഡ് ഫിനോമിന കോൾഡ് ഹെൽത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ. അപ്പൊ ഡിസീസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഓൺലി ഫോർ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ്, മോണിറ്ററി ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൂളേഴ്സ്, സോഷ്യൽ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ബിവെയർ ഓഫ് യുവർ ഹെൽത്ത് ഓഫ് യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്. And of course, when you are a practitioner of medicine, you have the moral obligation to see that people are saved from this, what you call, utter hopeless condition. അതിൻ്റെ അന്ന് അവരെ തിരിച്ചു വരാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്യണം. അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിനോട് സഹകരണം നടത്തണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തിൽ നിന്നും ഈ ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. Thank you one and all for your patient hearing and വളരെ ഒരു വണ്ടർഫുൾ സെഷൻ തന്നെയായിരുന്നു എന്ന്, വിത്ത് പ്രാക്ടിക്കൽ നോളജ് ഓൾസോ. തിയറി തന്നെ അല്ലായിരുന്നു, പ്രാക്ടിക്കലും കൂടെ വളരെ ഒരു നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു ഫോർ ഓൾ പാർട്ടിസിപ്പൻസ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. സാറ് ആ സുജിത്തിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നില്ലേ? സുജിത് 4am സുജിത്തിന്റെ. പിന്നെ അവിടെ നമ്മൾ കൂടുതൽ അടുത്ത് സുജിത്തിന്റെ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഒരു ക്ലാസ്. സാറ് പറഞ്ഞ പോലെ തന്നെയാണ് അലർജി എന്ന് പറയുന്നത്. എനിക്കും തോന്നുന്നത് നമ്മളെ അനുഭവത്തിലേ എല്ലാവരും ഇതേപോലെ തന്നെയാണ്. ഓരോന്ന് നമ്മളങ്ങോട്ട് മനസ്സിലിങ്ങോട്ട് ഉറപ്പിച്ചു വെക്കാണ്. പിന്നെ അത് കാണുമ്പോ അലർജി, പഞ്ഞത്തിക്ക് അങ്ങനെ അലർജി ഉണ്ടായിരുന്നു. അലർജിക്ക് കുറെ മരുന്നും മറ്റേ ഇൻഹേലർ അടിക്കൽ വരെ തുടങ്ങി, ശ്വാസം മുട്ടൽ വരെ തുടങ്ങി. പക്ഷെ ഇപ്പൊ അവൾക്ക് ക്യാൻസറാണ്, സ്റ്റൊമക് ക്യാൻസർ. ഇനിയിപ്പോ അത് സുഖാവോ ഡോക്ടറെ? മരുന്ന് കൊടുത്താൽ സുഖാവോ? MVRന്ന് കീമോ കൊടുത്തിരുന്നു, അത് അവരുടെ ശരീരത്തിന് പിടിക്കണില്ല. സാറ് എക്സിറ്റ് ആയെന്ന് തോന്നുന്നു മാം. അതെ, ഓക്കെ നമുക്കത് ചോദിക്കാം. സാർ എക്സിറ്റ് ആയി. ഓക്കെ 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 ശരി. സാറിന് എനിക്ക് ഒന്ന് തിരക്കുണ്ടായിരിക്കും, അതായിരിക്കും എക്സിറ്റ് ആയി. അതെ, ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ചാർജ് തീർന്നാണ് സാറിന്റെ. അതായിരിക്കും. അല്ല ഞാൻ പറയുന്നത് നമുക്കത് മാം ചോദിച്ചാൽ മതി, ഞാൻ ഓർത്തിരുന്നോളാം കേട്ടോ. അതിപ്പോ എന്താ വെച്ചാല് ലാസ്റ്റ് ആയിട്ടുണ്ട് സ്റ്റേജ്. അങ്ങനെയപ്പോ ഡോക്ടർ മറ്റൊരു പറഞ്ഞത് ഇങ്ങനെ. പേഴ്സണലി മാം ഒരു മെസ്സേജ് സാറിന് ഇടാമോ? ഒരു നെക്സ്റ്റ് ഡേ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ശരി, ഞാൻ ഇടാമേ. ഞാൻ ഇന്ന് ഇട്ടേക്കാം എനിക്ക് സാറിന്. ഓക്കെ. മാമിന്റെ പേര് സലീന അല്ലേ? മഞ്ചേരി. മഞ്ചേരി. ഹോമിയോ ഡോക്ടർ അല്ലേ? അല്ലല്ല, പിന്നെ ടീച്ചറായിരുന്നു. ഓക്കെ. താങ്ക് യു മാം.
ഓക്കെ 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 ഗുഡ് നൈറ്റ്. ഓക്കെ. ഗുഡ്.